പ്രഭാഷകൻ മിസ്റ്റർ MS ജലീൽ, നമ്മുടെ IQAC കോർഡിനേറ്റർ ഡോക്ടർ രാജീവ് തോമസ് സാർ, മറ്റു പാർട്ടിസിപ്പൻസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഞങ്ങൾ മുൻ വർഷങ്ങളിലെ കുട്ടികളുടെ വിവരങ്ങൾ കോളേജിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശേഖരിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കോളേജിൽ നിന്നും പാസ് ഔട്ടായ കുട്ടികളിൽ 30% പേരും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് തിരിയുന്നു. ശതമാനത്തോളം കുട്ടികൾ പ്ലേസ്ഡ് ആയി പോവുകയാണ്. ബാക്കി വരുന്ന 50% കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഈ കരിയർ ഗൈഡൻസ് എന്നുള്ള ഒരു പരിപാടിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബാക്കി 50% വരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അവർ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. ഡിഗ്രികളുടെ എണ്ണം കൂടുക എന്നുള്ള അവസ്ഥ വരികയല്ലാതെ അവർക്ക് ജോലി സാധ്യതകൾ ഇല്ലാത്തതായി കാരണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ആലോചിക്കുന്നത് ഇനി എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ എല്ലാ കോളേജുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇനിയുള്ള കുട്ടികൾക്ക് ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിലെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ്സിൽ പല പ്രോഗ്രാമുകളും പദ്ധതിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഈ വർഷം ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പം ഞാൻ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ കോളേജ് അക്കാദമിക് ആയതും അതായത് അക്കാദമിക് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് വെബിനാറുകൾ ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് കോളേജിലെ വിവിധ സെല്ലുകളെയും അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും സ്ഥിരമായി എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ് ടീച്ചറാണ് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ. ഞാൻ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ചുങ്കത്തറയിൽ ജനിച്ചു വളർന്ന നമ്മുടെ കോളേജിലെ അലൂമിനി ആയിട്ടുള്ള ഡോക്ടർ ബിജോയ് ജോൺസ് ആണ്. അദ്ദേഹം പ്രീ ഡിഗ്രി നമ്മുടെ മാർത്തോമ കോളേജ് ചുങ്കത്തറയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹം PG വെറ്റിനറി സയൻസിൽ ആണ് ചെയ്തത്. അതിനുശേഷം PhD ചെയ്യുന്നതിനിടയിൽ IRS ക്വാളിഫൈ ചെയ്യുകയും IRS നേടുകയും ചെയ്തു. അപ്പം നമ്മുടെ ഓരോ സ്റ്റുഡൻസിനും ഏറ്റവും നല്ലൊരു മാതൃകയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ റിസോഴ്സ് പേഴ്സൺ മിസ്റ്റർ MS ജലീലാണ്. അദ്ദേഹം ഈ കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലർ മേഖലയിൽ 20 വർഷത്തിലധികമായിട്ട് പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോഴിക്കോട് കരിയർ ഗുരു എന്നൊരു അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ എല്ലാം നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് നമ്മുടെ കോളേജിന്റെ IQAC ആണ്. കോളേജിന്റെ ക്വാളിറ്റി മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു IQAC കോർഡിനേറ്റർ നമുക്കുണ്ട്. അദ്ദേഹം എപ്പോഴും
അദ്ദേഹം ഇതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ IQAC-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോളേജിൽ നടക്കുന്നു. ഞാൻ നമ്മുടെ കോളേജിന്റെ IQAC കോർഡിനേറ്റർ രാജീവ് തോമസ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരം ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ നമ്മൾ പല വിവിധ കോളേജുകളിൽ നിന്നും കുട്ടികൾ വിളിച്ച് അന്വേഷിക്കേണ്ടായി, സാർ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് എന്ന് വിളിച്ച് ചോദിക്കുകയുണ്ടായി. പല മേഖലയിൽ നിന്നുള്ള, പല ദൂരെ നിന്നുള്ള കോളേജുകളിൽ നടക്കം വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പൊ അവര് ഓരോരുത്തരും വളരെ താല്പര്യത്തോടെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനെ നോക്കി കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്തരത്തിൽ വളരെ താല്പര്യത്തോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിട പറയുകയാണ്. നന്ദി. Thank you, sir. Next for presidential address, Dr. Reena Thomas, Principal, Marthoma College, Chunkatra, the pillar of our college. Her constant support makes every academic deliberation a successful one. I would like to invite Dr. Reena Thomas, ma'am, for presidential address. Thank you, Robin. Good morning, dear friends. Dear Dr. Bijoy John, Joint Director, Directorate General of GST Intelligence, our alumnus, Mr. M.S. Jalil, Career Guru, Career Consultant and Career Counselor, Coordinator of the Training and Placement Cell, Kishan Kumar, IQAC Coordinator, Dr. Rajiv Thomas, faculty members, and my dear friends. All of us are now aware of the present status of the academic as well as the career sections, and we all are in a dilemma or a confused state of mind about our future academia and career placements. In this context, our training and placement cell and IQAC decided to organize this webinar session for the benefit of the student community. This pandemic has struck all sections of our life negatively to a greater extent and positive to some extent. So I am sure that this interaction will help you overcome your concerns about the future career and other related placements, etc. I am very happy and proud to welcome Dr. Bijoy, one of our proud and prominent alumni, to our midst. Welcome, Dr. Bijoy. I am privileged to welcome Mr. Jalil MS, a pioneer in this field, to interact with you, also to our college community. Welcome, sir. I wish all of you a nice session today. Interact and make use of it to the fullest extent. And I appreciate the organizers of this webinar who took initiative in fulfilling this day a successful one. Thank you. Thank you all. Thank you, ma'am, for your valuable words. Next for the inauguration ceremony, Dr. Bijoy John IRS, of our college, studied degree, born and brought up in Chunkatra. He completed his postgraduate in engineering, and while doing PhD, he is selected for IRS, now Joint Director, GST Intelligence Bank. He is a motivation to us graduates and reach great heights of success through hard work. I would like to invite Dr. Bijoy John IRS for inaugurating. Sir, please. Am I audible? Yes, sir. Okay. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ്, ബഹുമാന്യരായ ശ്രീ കിഷൻ കുമാർ, ശ്രീ ജലീൽ, ഡോക്ടർ രാജീവ് തോമസ്, ഫാക്കൽറ്റി, സ്റ്റാഫ്, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, താങ്ക് യു സർ, താങ്ക് യു മാഡം ഫോർ ദാറ്റ് വെരി വാം ആൻഡ് ജനറസ് ഇൻട്രൊഡക്ഷൻ. ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തി കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്, പ്രത്യേകിച്ചും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
93-95 കാലഘട്ടത്തിലാണ് ഞാൻ ചുങ്കത്തറ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. ആ കാലഘട്ടം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. വളരെ ഹൃദ്യമായ ഓർമ്മകൾ നൽകിയ ഒരു കാലയളവായിരുന്നു. പ്രത്യേകിച്ചും എന്നെ പഠിപ്പിച്ച അധ്യാപകർ കുറെ പേരൊക്കെ റിട്ടയർ ചെയ്തു. അവരെയൊക്കെ വളരെ ബഹുമാനത്തോടെ ഞാൻ ഇന്ന് സ്മരിക്കുന്നു. ഇങ്ങനെ ഈ പരിപാടി നടത്തുവാൻ ഇനീഷ്യേറ്റീവ് എടുത്ത ഇതിന്റെ കോളേജിന്റെ ചുമതലക്കാരോടും മാനേജ്മെന്റിനോടും ഫാക്കൽറ്റിയോടുമുള്ള ലെറ്റ് മീ കൺവേ മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. എന്നെ ഇതിനെ ക്ഷണിച്ച വ്യക്തികളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോം കമ്മിങ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിൽ കൂടുതലായി സംബന്ധിക്കുന്നത് ഫൈനൽ ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപക്ഷെ വിദ്യാഭ്യാസ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇത്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയാം. വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സീരിയസ് ആയിട്ടും കരിയറിനെ സമീപിക്കേണ്ടതും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉയരേണ്ടതുമായ ഒരു സന്ദർഭമാണ് ഈ ഡിഗ്രി കാലയളവ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പറയും, ഇഫ് യു ഫ്രെയിം ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസേഴ്സ് എന്ന്. അതുകൊണ്ട് ഈ സെഷൻ മിസ്റ്റർ ജലീൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ മേഖലയിൽ വളരെ അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് റിസോഴ്സ് ആണ്. അതുകൊണ്ട് ഈ സെഷൻ നിങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം 50% ഓഫ് ദി ജോബ് ഈസ് ഡൺ. ഒരു കരിയർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ കരിയറിൽ എത്തുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസസിന്റെ ബലത്തിൽ പറയുകയാണെങ്കിൽ അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ പലപ്പോഴും നമ്മൾ ചിലപ്പോഴും ചില MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഓൾ ഓഫ് ദി അബവ് അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ് എന്ന്. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഓൾ ഓഫ് ദി അബവ് അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കരുതേണ്ടതാണ്. അതിന് ഈ സെഷൻ നിങ്ങൾക്ക് ഏറ്റവും അധികം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു ലുക്ക് ഔട്ട്സൈഡ് യു നീഡ് ടു ലുക്ക് ഇൻസൈഡ് എന്ന്. അതുകൊണ്ട് നമ്മുടെ മുൻഗണനകൾ എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്, നമ്മുടെ അഭിരുചികൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് സെഷനുകൾ ഒരു ട്രിഗർ ആയിട്ട് മാറുകയാണ്. ഇന്ന് ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു സാമാന്യമായ അറിവ് ഒരു കരിയറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ കരിയറിന്റെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചും അക്കാഡമിക് ആയിട്ടുള്ള അവസരങ്ങളെ കുറിച്ചും ഗവേഷണ അവസരങ്ങളെ കുറിച്ചും ഒക്കെ അല്പം സാമാന്യമായ ഒരു അറിവുണ്ട്. ആ അറിവിൽ ബിൽഡപ്പ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിന് ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഏറ്റവും ഉചിതമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആ കരിയർ സംബന്ധിച്ചുള്ള ആ കരിയറിന് ഏറ്റവും നല്ല കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവേശന രീതി മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ 15 വർഷങ്ങൾക്ക് മുൻപ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഒരു രീതിയല്ല ഇന്ന് ഒരുപക്ഷെ ആ പരീക്ഷയെ ഞാൻ സമീപിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അതിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മാർക്കുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഓപ്ഷണൽ സബ്ജക്ട്സിന്റെ പ്രാധാന്യത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇന്റർവ്യൂവിന്റെ രീതിയിലുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചു കാണും, യൂണിയൻ ക്യാബിനറ്റിന്റെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു സെൻട്രൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഫോം ചെയ്ത് ഒരു കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന്റെ നോൺ ഗസറ്റഡും പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുമുള്ള വിവിധ തസ്തികകളിലേക്ക് അത്തരത്തിലുള്ള ഒരു പ്രവേശന രീതിയെ കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഈ പ്രവേശന രീതികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം.
അത് ഇന്ന് ചുങ്കത്രയിലോ പരിസര പ്രദേശങ്ങളിലുള്ള വ്യക്തികൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇലക്ട്രോണിക് മീഡിയയിലൂടെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ നമുക്കത് മനസ്സിലാക്കുവാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്, പിക്ക് ദ റൈറ്റ് സ്റ്റിമുലേ എമിറ്റ്സ് ദ നോയ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു ഓവർഡോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പം ആ ഒരു ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല സിഗ്നൽ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. കാരണം കൂടുതൽ ശ്രദ്ധ പതിയേണ്ടതായി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അടുത്ത കരിയർ സെഷൻ ആണെന്ന് എനിക്കറിയാം. ഈ അടുത്ത സമയങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം. അദ്ദേഹം അതിൽ പറയുന്നത്, സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തെറ്റായ ധാരണയാണ് മാസീവ് സക്സസ് റിക്വയർസ് മാസീവ് ആക്ഷൻ എന്നുള്ളത്. വലിയ വിജയങ്ങൾക്ക് വലിയതായിട്ടുള്ള ചെയ്തികൾ ആവശ്യമാണ്, വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ സ്മോൾ ഇൻക്രിമെന്റൽ ഡെലിബറേറ്റ് സ്റ്റെപ്സ്, ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന് ജെയിംസ് ക്ലിയർ പറയുന്നു. അദ്ദേഹം പറയുന്നത്, on a particular task, if you can be better by 1% every day, at the end of the year you will be 37 times better on that particular task. അതാണ് the power of compounding എന്ന് പറയുന്നത്. അതായത് 1.01 raised to 365 എന്നുള്ളത് 37.78 ആണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ, അത് ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ചെറിയ ജീവിതശീലങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ജീവിതശീലങ്ങളിൽ ഒരു 1% നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു കരിയർ വളർത്തിയെടുക്കുന്നതിൽ, രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും ഹൃദ്യമായ തിരുവോണാശംസകൾ ഞാൻ നേരട്ടെ. I wish you all good luck and all the very best in life. Thank you. Thank you, sir, for inaugurating this webinar. Next, we have the most awaited session. I would like to introduce our resource person, Mr. M.S. Jalil, career consultant and counselor, Career Guru, director and chief career mentor at Career Guru, an educational and career guidance center at Calicut, Kochi, Thrissur, and Dubai. He's a pioneer in this field. Now it's over to you, sir. Please. Not audible, sir. You should unmute yourself. Okay. Thank you. Is it audible? Yes, sir. Yes, sir, it is audible. Okay. No. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? പ്രസന്റേഷൻ? Yes, sir. Visible. Yes, sir. Yes. സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ആഖ്യാനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷവും കൊറോണയ്ക്ക് മുമ്പും എന്ന രീതിയിൽ ചരിത്രത്തെ നമ്മൾ ആഖ്യാനിക്കേണ്ടി വരും. സോ ആഫ്റ്റർ പോസ്റ്റ് കൊറോണ ഓർ പ്രീ കൊറോണ പീരീഡ് എന്നൊന്നല്ലാക്ക് ഞാൻ വളരെ ഒരു വിശദീകരണങ്ങളിലേക്ക്, ആമുഖങ്ങളിലേക്ക് പോവാതെ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഹയർ ഓപ്ഷൻസ്? വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഫോർ ഗ്രാജുവേറ്റ്സ്?
സോ നമ്മളതിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 1 hour 45 minutes or 1 hour 15 minutes will not be enough to go through all the options available for almost all graduates. So it's a presentation for general graduates, I think, isn't it? So when I go through this kind of general topic, the thing is that the time is not enough to do or present all the available opportunities for almost all graduates. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബേസിക്കലി. സ്റ്റിൽ I'll go through some specific and a particular area, just means whatever we can do after your graduation. നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഈ ഒരു നോബൽ പ്രൈസ് 2018 കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So you might have gone through the news regarding 2018 Nobel Prize. So actually it is given for, in the field of medicine, it was into cancer research. രണ്ടുപേരായിരുന്നു അത് ഷെയർ ചെയ്തത്. ഡോക്ടർ James P. Allison, James Patrick Allison, and the second one was Tasuku Honjo. And basically Tasuku Honjo was a medical practitioner, and after completing his medical graduation he went for research in medical science. And at the same time James Patrick Allison was a microbiologist. He research, Nobel Prize കിട്ടിയത് actually it was into ഈ മെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ, പ്രത്യേകിച്ച് ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിലായിരുന്നു. ക്യാൻസർ സെല്ലുകളുടെ വളർച്ച തടയുന്ന രീതിയിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടി എന്നുള്ളതാണ് അവർ കൂട്ടാനുള്ള സ്ട്രാറ്റജി, ടെക്നോളജി. ഒരു എന്താ പറയാ, ബേസിക് ഹെൽത്ത് സയൻസ് ഇന്റർവെൻഷൻസ് ആയിരുന്നു അവർ കണ്ടെത്തിയത്. ആ ഒരു കണ്ടെത്തലിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഏറ്റവും attractive, the most surprising and attractive thing is that the James P. Allison, basically he was a microbiologist, just a microbiologist. And after completing his microbiology, graduation in microbiology, he went for MSc microbiology, and after that Dr. PhD in biological science. അതിൽ ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിലായിരുന്നു അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത്. ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി ഒരു ബേസിക് ബയോളജിക്കൽ സയൻസിൽ നിന്ന്, ലൈഫ് സയൻസിൽ നിന്ന് അദ്ദേഹം എത്തിപ്പെട്ടത് ക്യാൻസർ റിസർച്ചിലേക്കാണ്. മെഡിസിനിലെ നോബൽ പ്രൈസ് വാങ്ങിയതോ അദ്ദേഹം ഈ ഒരു ബേസിക് സയൻസ് കോഴ്സിൽ നിന്നാണ്, മെഡിസിനിൽ. സോ യു ഹാവ് ലോട്ട് ഓഫ് ചോയ്സസ് റിഗാർഡിംഗ് ലൈഫ് സയൻസസ്. MSc PhD ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ദെൻ അതുപോലെ തന്നെ ISER, ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ISC, Indian Institute of Science. Almost all these premier institutes are providing kind of degree plus PhD, masters plus PhD program along with together. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ JAMO, ജസ്റ്റ് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc കോഴ്സസ്, ജസ്റ്റ് ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി നമുക്ക് ഇത്തരം ഹയർ ഓപ്ഷൻസിലേക്ക്, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ ബേസിക് സയൻസിൽ നിന്ന്, ലൈഫ് സയൻസിൽ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് മാറാം. ഫസ്റ്റ് തിങ്. അപ്പൊ ഇതില് ഓപ്ഷൻസിനെ കുറിച്ച് ഫിസിക്സും അതുപോലെ തന്നെ BTech എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ബേസിക് ഐസർലോ നൈസർലോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ചേരാം. ദ സെയിം വേ നാനോ ടെക്നോളജി, ഒരു ഏറ്റവും പ്രീമിയർ ആയ, ഏറ്റവും എമേർജിംഗ് ആയ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജികളിലൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഓപ്ഷൻസിലും ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, അതിന്റെ എലിജിബിലിറ്റി വരുന്ന BSc MSc കെമിസ്ട്രി, ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, ലൈഫ് സയൻസ്. ഈവൻ ആഫ്റ്റർ MPharm, ഈവൻ ആഫ്റ്റർ MTech, യു ക്യാൻ ഗോ ഫോർ നാനോ സയൻസ് റിലേറ്റഡ് career choices or PhD courses or PhD programs. നമുക്ക് MG University, then again National Institute of Technology Calicut, again Kerala University. Almost all these institutes are providing PhD in nano orientation, MSc plus integrated program also. So there are a lot of such options available in Kerala. നമ്മളൊരു ബേസിക് ലെവൽ പ്രോഗ്രാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോബൽ പ്രൈസ് വാങ്ങാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരെ ബേസിക് സയൻസിൽ നിന്ന് നമുക്ക് വരാം. ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഐ എം ഫോക്കസിങ് മോർ ഇൻ ടു
the competitive examinations available for graduates. And the second one is short-term job-oriented programs. And again, the third one is PG courses, specific and general. Then research institutes, services and jobs, and general openings. These 6 areas, my focus will be on all these 6 types. Competitive exams, like while you have some CSIR program, then joint admission test for MSc courses, Central Forensic Science Labs, fellowship exam, Indian Council for Medical Research conducting the fellowship exam, then post-MSc radiophysics provided by Department of Atomic Energy, then Department of Atomic Energy തന്നെ നടത്തുന്ന OCES programs, then IES, Indian Economic Service, Indian Statistical Service, then general LLB entrance exams, media related specific entrance exams, Central University competitive exams, and we have a lot more. GBILS, one of the best or one of the promising competitive exam is a GBILS, Joint Graduate Entrance Exam for Biology and Interdisciplinary Life Science. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു നാഷണൽ ലെവൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ PhD ഇന്റർഡിസിപ്ലിനറി ലൈഫ് സയൻസസ്, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, then Tata Institute of Fundamental Research, then National Center for Cell Biology, National Center for Biological Sciences, and we have a lot of institutes. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PhD ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ജോയിൻ ചെയ്തതിനുള്ള ബേസിക് എക്സാം ആണ് ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. അതിൽ ഐസർ കൊൽക്കട്ട, സെന്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ദെൻ സെന്റർ ഫോർ DNF ഫിംഗർപ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ്, ഇത്തരം ഏതാണ്ട് ഒരു 18 ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഓവർ 18 ഇൻസ്റ്റിറ്റ്യൂട്ട് in this particular entrance come under the particular entrance exam. അപ്പോൾ ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്താൽ യു ക്യാൻ ഡു MSc പ്ലസ് ഇൻ്റഗ്രേറ്റഡ് MSc പ്ലസ് PhD. ഈ ഇൻ്റഗ്രേറ്റഡ് MSc പ്ലസ് PhDക്ക് ജോയിൻ ചെയ്യാം എന്നതല്ല ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആഫ്റ്റർ ജോയിനിങ് ദ കോഴ്സ് യു വിൽ ഗെറ്റ് a stipend of at least 25,000 per month for each and every candidate. ആ ഒരു അട്രാക്ഷനാണ്, ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പക്ഷെ നോർമലി മോസ്റ്റ് ഓഫ് ദി life science students, especially from microbiology and zoology, don't have any particular idea in this particular course or in this entrance examination. നമ്മളൊരു normally what we are doing is we are thinking about the courses, thinking about the higher options only after our graduation. അപ്പോൾ നമ്മൾ നോർമലി വാട്ട് വി ഡു ഈസ് വി ആർ കീപ്പ് ഓൺ പുട്ടിങ് ദ ഡോട്ട്സ്. നമ്മളൊന്ന് കഴിഞ്ഞ് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും അവസാനമാണ്. സോ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12th ഗ്രാജുവേഷനിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് നമ്മളൊന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്താണ് അടുത്ത പ്ലാൻ, വാട്ട്സ് യുവർ പ്ലാൻ? അപ്പോൾ അവർ പറയും +2 കഴിയട്ടെ അല്ലെങ്കിൽ ഡിഗ്രി കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം. നോർമലി അങ്ങനെ പറയാം അല്ലേ? നമ്മൾ ഒന്ന് ഒരു ക്ലാസ് റൂമിൽ ചെന്നു, നോർമലി ഒരു 12th ക്ലാസ് റൂമിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ക്ലാസ് റൂമിൽ ചെന്നിട്ട് നിങ്ങൾ അടുത്ത പ്ലാൻ എന്താ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്? എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വളരെ 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 ഈസി ആയിട്ട് വളരെ ലാഘവത്തോടെയാണ് കരിയർ ഗൈഡൻസ് കരിയർ ഓപ്ഷൻസിനെ കുറിച്ചും കരിയർ ചോയ്സസിനെ കുറിച്ചും നമ്മുടെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. പക്ഷെ ഞാൻ സാധാരണ കുട്ടികളോട് പറയേണ്ടത്, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ലെവൽ അറ്റ്ലീസ്റ്റ് ഫ്രം യുവർ ഫസ്റ്റ് ഇയർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, higher options, masters, or even for your PhD programs. The joint admission test for MSc courses is conducted by together with IITs and IISc, Indian Institute of Science. It's for getting into the MSc programs provided by IITs and IISc. JAM, it's exclusively for that. ഇപ്പോൾ ജാമിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാസ്റ്റേഴ്സും ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാമും ചെയ്യാമെന്നുള്ളത്. പക്ഷേ നോർമലി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് നോ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ entrance examination. Even if they know about the particular entrance exam, they won't be preparing for the examination from the beginning itself. സംഭവിക്കുന്നതാണ്. അധിക കുട്ടികളും ഗ്രാജുവേഷൻ കഴിയുന്നതിന് ശേഷമാണ് എൻട്രൻസ് എക്സാംസിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റും ആ ഒരു സ്റ്റൈലും ചേഞ്ച് ചെയ്യണം.
നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂം എടുത്ത് നോക്ക്. ഒരു 40 സ്റ്റുഡൻസോ 50 സ്റ്റുഡൻസോ വരുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു 3 to 5 സ്റ്റുഡൻസ് ആയിരിക്കും ഹയർ സ്റ്റഡീസിന് വളരെ ഒരു പാഷനോട് കൂടി, വളരെ ഇൻട്രസ്റ്റോട് കൂടി സെയിം സബ്ജക്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ കുട്ടികളോട് നോർമലി വാട്ട് ഐ സേ ദാറ്റ് you have to start the preparation for master's program from the beginning of the graduation course itself. Then only you can tackle you can cope up with the entrance examination methods and all. Biological science, chemistry, geology, then mathematics, mathematical statistics, physics, biotechnology pola masters plus PhD programs in the JAM exam conducted, and you have a lot of examination centers available in Kerala. Another thing is your joint entrance institutes വരുന്നത് ISC വരുന്നുണ്ട്, 17 IITs, ISR, National Institute of Technology, Indian Institute of Engineering, Science and Technology. They are selecting the candidates based on this JAM entrance examination. Normally this JAM is particularly specifically for IITs and IISc, but the thing is that even ISR, NITs, then Indian Institute of Engineering, Science and Technology, SLIET, Sant Longapal Institute, almost all these institutes are selecting the candidates for master's program based on the JAM performance. So you have to start your preparation for this particular entrance examination. GBILS, JAM, അതുപോലെ CSIR പോലെ, even CSIR council, Indian Council for Medical Research, Indian Council for Social Science Research ഒക്കെ പോലുള്ള എക്സാംസിന് you have to start your preparation from the beginning itself. If you search for a nuclear science program, if you would like to go for nuclear science program and Google for information, you will find that this Saha Institute of Basic Sciences and Tata Institute of Fundamental Research are providing some particular courses in nuclear chemistry or nuclear physics. But when you go and join the program, and after the successful completion of the program, I think you won't get a job particularly in nuclear science. Why? Because almost all these institutes are focusing on basic research alone. At the same time, if you are really interested to be a nuclear scientist, you have to appear for the OCES program. What is OCES program? OCES program is conducted by Department of Atomic Energy. That's a particular orientation program, and it's exclusively for engineering graduates and science postgraduates. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ you will get a chance to do a 1-year training program under some institutes under Department of Atomic Energy. ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, രാജ രാമണ്ണ സെന്റർ, then സെന്റർ ഫോർ ഹെവി വാട്ടർ ബോർഡ്, അങ്ങനത്തെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാണാം നമുക്ക്. അവിടെ നമ്മൾ ഒരു 1-year പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ definitely you will be appointed as a secret scientific officer in the units of Department of Atomic Energy. The units are like Baba Atomic Research Center, Raja Ramanna Institute, then Variable Energy Cyclotron Center. All these 18 institutes are there. അപ്പോൾ അതിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ട്രെയിനിങ് പീരീഡിൽ പോലും you will get around 25,000 to 30,000 as a stipend. അപ്പോൾ ഒരു സ്റ്റൈപ്പൻഡോടെ പഠിച്ച് നേരെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറാനുള്ള ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനും കോഴ്സുമാണ് OCES program, Orientation Course for Engineering Graduates and Science Postgraduates. The most surprising thing, the most surprising information is that normally whenever we think about or discuss about the nuclear science, we'll get an information that to get into nuclear science you have to do engineering, physics or chemistry or something like that. It's a crystal clear. The information is clear. നമുക്കത് അറിയാം. ഡയറക്റ്റ് ന്യൂക്ലിയർ സയൻസിലേക്ക് പോകണമെങ്കിൽ ഈ തരം ഡിഗ്രികൾ ചെയ്യണം, മാസ്റ്റേഴ്സ് ചെയ്യണം. See, look into the eligibility of OCES program. The first thing is you should have a BTech program, or otherwise you should have a 5-year integrated program in either physics or applied physics, അതല്ലെങ്കിൽ MSc program in chemistry. But the most surprising thing is that
Even a candidate with a master's in agriculture, masters in biochemistry, microbiology, molecular biology, biotechnology, genetics, botany, zoology, almost all these kind of students can appear for OCES program. അപ്പോൾ zoology കഴിഞ്ഞാലും entomology കഴിഞ്ഞാലും animal science കഴിഞ്ഞാലും even after your food technology you can appear for this particular entrance examination exclusively to select candidates for nuclear research. ഈ ഒരു ഡൈവേഴ്സിറ്റി, ഈ ഒരു ഓപ്ഷൻ, ഡൈവേഴ്സ് ഓപ്ഷൻസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അവെയർ ആവണം. പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ നോർമൽ ഇൻഫർമേഷൻ അറിയിപ്പോൾ നോർമലി ഇപ്പൊ കേരളത്തിന്റെ ഒരു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സീസണൽ കരിയർ ചോയ്സ് ആണ് ഫോറൻസിക് സയൻസ്. See, almost all the candidates in our place is running after the trends, running after the career trends. അപ്പൊ ആദ്യം സൈക്കോളജി ആയിരുന്നു ഒരു ട്രെൻഡ്. ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ കേരളത്തിലുള്ള ആളുകളിൽ ഒരു 50% മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളായിരിക്കും, ഭ്രാന്തന്മാരായി മാറും എന്ന് കേട്ടിട്ട് എല്ലാവരും സൈക്കോളജിക്ക് പോകാൻ തുടങ്ങി. അവസാനം അതൊരു വലിയ പ്രശ്നമായി മാറി. സൈക്കോളജി എടുത്ത ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു വല്ലാത്തൊരു it's a normal bad trend. I'll say that it's not a trend actually. So the demand and scope of every career, every choice is depending on your potential or your aptitude or your skills. അത് നോക്കാതെ normally what they do is everybody is running after the career trends. Now ഇപ്പൊ എന്താണ് ചെയ്യുന്ന, some private institutes are coming up with some courses related to forensic science. So normally we know that to get into a forensic science career you have to do a forensic degree. It's a wrong interpretation, it's a wrong information actually. ഇന്ത്യയിൽ 49ഓളം ഫോറൻസിക് സയൻസ് ലാബുകളുണ്ട്. And especially in Kerala we have 4 forensic specific labs. One is in Talasheri, another one is in Calicut, and the third one is in Trichy, the fourth one is in Trivandrum. Almost all these labs are selecting candidates in some different posts like chemical forensics scientist or forensic assistant, lab assistant. To get into this particular career choice you need only a graduation with physics, chemistry, zoology, microbiology, all these kind of things. No need to be a graduate in forensics. അപ്പോൾ ഫോറൻസിക്സ് ആണെങ്കിൽ തന്നെയോ നോർമലി അതൊരു 4 years 5 yearsന്റെ ഗ്യാപ്പിലാണ് പലപ്പോഴും ഫോറൻസിക്സ് എന്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വളരെ റോങ് ആയിട്ടുള്ള കരിയർ ചോയ്സസിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ന്യൂക്ലിയർ ബിടെക് എടുത്തിട്ടൊക്കെ ഈ ടെസ്റ്റ് ജിയോളജി കഴിഞ്ഞ ആളുകൾക്കും ഈവൻ അപ് ടു 29th ഏജ് ഓൾമോസ്റ്റ് ഓൾ ഒബിസി കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്പിയർ ഫോർ ദിസ് എക്സാം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഹാവ് ഏജ് ബാർ ഓഫ് 26. അപ്പൊ ഈ ഒരു 26 ഏജിനുള്ളിൽ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ആൻഡ് അഗൈൻ another thing is Indian Forest Service exam. It's conducted by Union Public Service Commission. Normally a lot of students are asking me about the forestry or wildlife careers. So normally I suggest them a particular forestry science course in പോകുന്നതിനേക്കാൾ better to go for some degree or graduation that will make you eligible for appearing the Indian Forest Service exam. Indian Forest Service exam, it is to select the candidates for divisional forest officers, deputy conservators of forests, and some international services representing the government of India. To be into or to get into this particular career or particular job, you have to appear for an exam called the Indian Forest Service exam. There are 2 exams. One is preliminary exam, another one is mains exam. Actually the preliminary one exam is same as of Indian Civil Service exam. You have to appear for the preliminary examination of Indian Civil Service exam, and after successfully completing the test you have to go for the mains examination conducted by Union Public Service Commission exclusively for forestry services. അപ്പോൾ അതിൻ്റെ ഡിഗ്രി കെമിസ്ട്രിയോ ജിയോളജിയോ മാത്സോ അനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസോ ബോട്ടണിയോ ഫിസിക്സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കഴിഞ്ഞാൽ ഈവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ക്യാൻ ഗോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടെസ്റ്റ്. 21 to 32 ആണ് ഏജ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സാം കഴിഞ്ഞാൽ you successfully complete ചെയ്യുന്ന ആളുകൾ directly get into the mains examination. Mains examinationൽ paper 1 general English, paper 2 general knowledge, and 3rd and 4th the optional subject. You have to select 2 optional subjects from the choices. 21 to 36 choices are there. 21
around 20 subject choices are there. ആ സബ്ജക്ട് ചോയ്സസിൽ ഏറ്റവും പ്രധാനം ഒന്നും കൂടെ പ്രസന്റേഷൻ ഒന്നും കൂടെ ഒന്ന് സാർ പ്രസന്റ് ബട്ടൺ കൊടുക്കാവോ? കാരണം ഇപ്പൊ കുട്ടികളെല്ലാം പാർട്ടിസിപ്പൻസിൽ ഒരാളെ പ്രസന്റേഷൻ മീൻസ്, അതായത് പാർട്ടിസിപ്പൻസിൽ ഒരു കുട്ടി അറിയാതെ പ്രസന്റ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് സാറിന് വിസിബിൾ ആയിട്ടില്ല. അത് പിൻ ചെയ്താലേ കാണുള്ളൂ. സോറി സാർ ഒന്നുകൂടെ ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് again need to start from the beginning, is it? Yes sir. Just a minute. Participants present now button click ചെയ്യരുത്. Is it okay? Yes sir, now it's okay sir. It's okay. Thank you. അപ്പോൾ then ഈ നമ്മളുടെ ഈ എക്സാം, ഐ മീൻ ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എക്സാം, ഞാൻ പറയുന്നത് നമുക്ക് ശരിക്കും ഗ്രാജുവേറ്റ് തലത്തിന്റെ ബിഗിനിങ്ങിൽ, സത്യത്തിൽ ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ ബിഗിനിങ്ങിൽ തന്നെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരുന്നു നോർമലി. സോ whenever I go some colleges, some induction workshops in arts and science colleges, I'll say that either you focus on your subject oriented careers or otherwise go for some preparation for some competitive examination, or exclusively for your graduate courses, or otherwise a general something related to general openings. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട് പൊതുവെ കുട്ടികളോട് സ്റ്റാർട്ടിങ്ങിൽ ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഈ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ GBILS, ദെൻ രണ്ടാമത്തത് OCES, ദെൻ അഗൈൻ മൂന്നാമത്തത് ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എക്സാമിനേഷൻ, ദെൻ അഗൈൻ Indian Economic Service Exam and Indian Statistical Service Exam. And this is exclusively for economic postgraduates or statistics postgraduates. നമ്മൾ ആദ്യത്തെ 3 എക്സാമുകൾ പറയുമ്പോൾ നോർമലി വാട്ട് ഐ സജസ്റ്റ് ദാറ്റ് നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് CSIR OCES പ്രോഗ്രാംസ്, ഏതെങ്കിലും ഒന്നിനെയും പ്ലസ് ഗേറ്റും ഫോക്കസ് ചെയ്ത് ഗ്രാജുവേറ്റ് തലത്തിൽ ആ ഒരു ഓറിയന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ സബ്ജക്ട് ഓറിയന്റഡ് ആയ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു പോളിസിയിൽ, ഈ ഒരു ഫിലോസഫിയിലായിരിക്കണം നമ്മൾ ഗ്രാജുവേഷൻ്റെ ഫസ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇക്കണോമിക് സർവീസ് എക്സാം ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇക്കണോമിക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, പ്രത്യേകിച്ച് PG ഇക്കണോമിക്സ്, അപ്ലൈഡ് ഇക്കണോമിക്സ്, ബിസിനസ് ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിക്കൽ സർവീസിൽ ആൻഡ് അഗൈൻ PG സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് എൻട്രൻസ് എക്സാം സെന്റേഴ്സ് ഉണ്ട്. നോർമലി മാർച്ച് 3rd വീക്കിലാണ് അത് കോൾ ഫോർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതൊന്ന് റെഫർ ചെയ്യുക. മറ്റൊന്ന് INAT എന്ന് പറഞ്ഞൊരു എക്സാം, നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. എല്ലാം കൂടി it won't be possible to say about every entrance exam in a single presentation. സോ അതുകൊണ്ട് ഞാൻ വേഗം സ്കിപ്പ് ചെയ്യാണ്. INAT എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആസ്ട്രോഫിസിക്സ് means research, and it's conducted by India University Center for Astronomy and Astrophysics കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റിന്റെ പ്രത്യേകിച്ച് നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സും കൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. BSc MSc ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സ് ഇത് കഴിഞ്ഞ ആളുകൾക്കോ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ആസ്ട്രോണമി, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ആസ്ട്രോണമി, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ടെസ്റ്റ് എഴുതി നമുക്ക് ആസ്ട്രോഫിസിക്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യാം. നോർമലി വി നോ അബൌട്ട് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ബയോടെക്നോളജി, combined biotechnology entrance examination conducted by JNU, Jawaharlal Nehru University. അതൊരു മാസ്റ്റേഴ്സ് ലെവലിലുള്ള ബയോടെക്നോളജി കോഴ്സസിന് ജോയിൻ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ബട്ട് ദർ ഇസ് അനദർ വൺ നോൺ ആസ് ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ JRF ഇൻ ബയോടെക്നോളജി. അപ്പൊ MTech കഴിഞ്ഞ ആളുകൾക്കും MSc MVSc ഒക്കെ കഴിഞ്ഞ ആൾ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു ലോങ് ടൈം കരിയർ, നോർമലി നമ്മൾ ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈം കരിയർ പ്ലാൻ ആണ്. 11th and 12th കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ജോയിൻ ചെയ്യുക, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് ഒരു മാസ്റ്റർ പ്ലാനോ
ഒരു ലോങ് ടൈം പ്ലാനോ നമുക്കില്ലാത്തയിടത്താണ് പലപ്പോഴും ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് കരിയർ ചോയ്സസ് സ്റ്റക്കായി പോകുന്നത്, പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഐ ആം ഗെറ്റിംഗ് ലോട്ട് ഓഫ് കോൾസ് ഫ്രം ഗ്രാജുവേറ്റ്സ്. ലാസ്റ്റ് ഡേ there was a call from a zoology graduate. അപ്പൊ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, she selected zoology only because she have a liking towards zoology. That's all. She is not interested to go for either engineering or medicine, and it's a normal trend in Kerala. Many of the students, even with their aptitude, they don't want to go for medicine or engineering. അപ്പൊ അങ്ങനെ പോവാത്ത ആളുകൾ നോർമലി ദേ വിൽ സെലക്ട് എ പെർട്ടിക്കുലർ സബ്ജക്ട് വിച്ച് ദേ ഹാവ് ലൈക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു ലൈക്കിംഗ് ഉള്ളിടത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരു മാസ്റ്റർ കരിയർ പ്ലാനോ ഒരു ലോങ് ടൈം കരിയർ പ്ലാനോ ഇല്ലാതെ ആയിരിക്കും അധികം കുട്ടികളും ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമലി സംഭവിക്കുന്നത് എന്താ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഗ്രാജുവേഷൻ ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് വിൽ ബി ക്ലൂലെസ് where to go, how to choose the better choice, what will be the higher options. ഇന്നലെ വിളിച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞത്, കേരളത്തിന് പുറത്തേക്ക് എന്തായാലും വിടില്ല, ദെൻ ടീച്ചിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, റിസർച്ചിന് എന്തായാലും ഞാൻ പോവില്ല. That's a lot of conditions. She told me that she won't go for a research and she won't go for teaching also. And she will not move out of Kerala for higher studies. With all these conditions, she'll stuck in this particular zoology. അപ്പൊ എന്താ ചെയ്യാന്നുള്ള ഒരു ഐഡിയയും കുട്ടിക്കില്ല, എന്ത് ഓപ്ഷൻസിനാണ് പോവുക. അപ്പൊ ഈ ഒരു ടൈപ്പ് കരിയർ ചോയ്സും കരിയർ പ്ലാനിങ്ങും എപ്പോഴും ഭയങ്കര അപകടകരമായിരിക്കും. നമ്മൾ ഒരു സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ വരും. ഇത് ഒഴിവാക്കാൻ കൃത്യമായി നമ്മൾ നേരത്തെ തന്നെ ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ അത് സംഭവിച്ചില്ല, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനിയുള്ള കരിയർ ചോയ്സസ്, ഗ്രാജുവേറ്റ്സിന്റെ കരിയർ ചോയ്സസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്നത്, ദ ഫിസിക്സ് ഗ്രാജുവേറ്റ്സ് അലോൺ വിൽ ഹാവ് 400+ കരിയർ ചോയ്സസ്, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്. നമ്മൾ വെറുതെ അത് മാത്രം എടുത്താൽ മതി. സുവോളജിക്കാർക്ക് മിനിമം ഒരു 150+ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ നിബന്ധനകൾ, കണ്ടീഷൻസ് ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. പക്ഷെ ആ ഓപ്ഷൻസിന് ഇനിയെങ്കിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ അബദ്ധത്തിലായി പോകും, പെട്ടുപോകും. ഇപ്പൊ ഡിഫൻസ് ഒക്കെ താല്പര്യമുള്ള കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം ട്രൈ ചെയ്യാവുന്നതാണ്. ഡിഫൻസിൽ മാത്രമായിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കെമിസ്ട്രിയോ സുവോളജിയോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം യു ക്യാൻ ഗോ ഫോർ മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. You may go for masters in food science and technology. Even after your food science and technology, you can get into defense related careers. Another thing, even without CDSE, you have a lot of other options. You may appear for AFCAT examination, Air Force Common Aptitude Test. Actually, it is to select candidates for pilot job in defense. Another thing, some non-technical ground duty jobs in defense, like air traffic controller, signals, then ground duty. ഇതുമായിട്ട് ബന്ധപ്പെട്ട കരിയേഴ്സിൽ അഫ്കാറ്റ് വഴി സെലക്ട് ചെയ്യാം. നോൺ ടെക്നിക്കൽ കേഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഈവൻ യു ഹാവ് സിഗ്നൽസ്, ഫ്ലൈറ്റ് ഡെസ്പാച്ചർ, യു ഹാവ് ലോട്ട് ഓഫ് ഓൾ ദോസ് കൈൻഡ് ഓഫ് കരിയർ ഓപ്ഷൻസ് ഈവൻ ഇൻ ഡിഫൻസ്. അപ്പൊ ഡിഫൻസ് നമ്മൾ എടുത്താൽ ഒരു നോർമൽ ഗ്രാജുവേറ്റ്സിന് ഒരു മിനിമം യു വിൽ ഹാവ് 10 ഓപ്ഷൻസ് ഇൻ ഡിഫൻസ് അലോൺ. അപ്പൊ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് മാത്രം ഫോക്കസ് ചെയ്താൽ പോലും യു വിൽ ഗെറ്റ് എ ജോബ്. അപ്പൊ CDSE എക്സാമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. യു ക്യാൻ അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ അപ് ടു യുവർ 23rd ഏജ്. ഈവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ക്യാൻ അപ്പിയർ ദി എക്സാമിനേഷൻ. അതിൻ്റെ ഒരു കോമൺ എക്സാമിനേഷൻ വരുന്നത് ലൈക്ക് ഇംഗ്ലീഷ്, ജനറൽ എബിലിറ്റി, എലമെന്ററി മാത്തമാറ്റിക്സ്. ഈ ഒരു 3 ഭാഗങ്ങളിൽ നിന്നായിരിക്കും 100 ക്വസ്റ്റ്യൻ മാർക്സിന് വരുന്ന. ദെൻ 2 hours ഡ്യൂറേഷനുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. Even female candidates can get into OTA, Officers Training Academy. Another one is Combined Biotechnology Entrance Examination. It's conducted by JNU, Jawaharlal Nehru University, to select the candidates in premier institutes for biotechnology, higher options, higher studies like BHU, Pondicherry, then Calicut University. ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലെല്ലാം MSc ബയോടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സസിൽ ചെയ്യാം. ദ തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ഗ്രാജുവേഷൻ വിത്ത് 55% ഓൾ ടുഗെദർ. അപ്പൊ അങ്ങനെ ഒരു ഓറിയന്റേഷൻ. ആൻഡ് അനദർ തിങ്, യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഗവൺമെന്റ് മീൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ടു സെലക്ട് ആൻഡ് ടു ഗെറ്റ് ഇൻ ടു
government job. For example, Central Police Organization conducted by the Staff Selection Commission. അതിൽ വരുന്നത് കാര്യമായിട്ട് വരുന്നത് to select the candidates for the post of sub-inspector or assistant sub-inspector. അത് കാര്യമായിട്ട് ഡൽഹി പോലീസ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, BSF, ITBP, Indo-Tibetan Border Police, then Sashastra Seema Bal, then Central Industrial Security Force ഒക്കെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഫോഴ്സുകളിലേക്കുള്ള സെലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ സെലക്ഷൻ. ആ സെലക്ഷനിൽ കാര്യമായിട്ട് വരുന്ന ഇനി ഡിഗ്രിയാണ്. 25th ഏജ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നോർമലി വാട്ട് ഐ സജസ്റ്റ് ഈസ് ദാറ്റ് you have to just focus on a competitive examination pattern, a module for at least the next 2 years. ഞാൻ എൻ്റെ ബ്രദറിനോട് ആകെ വാങ്ങിയത്, അവൻ ഇതൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറിയ ആള്, ഫാദറിന്റെ ജോലിക്ക് കയറി. ജോലി കുറെ അങ്ങ് കഴിഞ്ഞ് അത്യാവശ്യം പൈസയൊക്കെ ആയപ്പോൾ ആൾക്ക് മടുക്കാൻ തുടങ്ങി, ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, നീ എന്തായാലും ജോബ് ഒഴിവാക്കുന്നതിന് പകരം നെക്സ്റ്റ് 2 years യു ഹാവ് ടു പ്ലാൻ ഫോർ കോമ്പറ്റീറ്റീവ് എക്സാം. ജസ്റ്റ് 2 years. ഞാൻ അവനോട് പറഞ്ഞു, ഒരു 1 year എനിക്ക് തരികയാണെങ്കിൽ അടുത്തൊരു 2 വർഷം കൊണ്ട് 1 hour, ഒരു ദിവസം ഒരു 1 hour എനിക്ക് തന്നാൽ 2 വർഷം കൊണ്ട് ഞാൻ നിനക്ക് ജോബ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ അതിൽ താല്പര്യം കാണിച്ചു. ഒരു മിനിമം 1 മണിക്കൂർ വെച്ച് 2 വർഷം വർക്ക് ചെയ്ത് അവനിപ്പോൾ ഗവൺമെന്റ് സർവീസിലാണ്, ജില്ലാ കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് നോർമലി കുട്ടികളോട് പറയാ, നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ, ബട്ട് യു ഫോക്കസ് ഓൺ some specific competitive examination, including Indian Civil Service examination together with combined graduate level examination. All these 2 examinations help you to crack almost all kind of competitive examination related to government job. See, normally combined graduate level examination is known as mini civil service exam. Mini civil service exam എന്ന് പറയാൻ അതിനൊരു കാരണമുണ്ട്. ഈ ടെസ്റ്റ് ഒരു 4 tier exam ആണ് നോർമലി. അത് കൊമേഴ്സുകാർക്ക്, BCom-കാർക്ക് ഒരു അക്കൗണ്ട്സ് അസിസ്റ്റന്റും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റുമായിട്ടുള്ള ജോബിന് വേണ്ടി ഈ 3rd tier എക്സ്ക്ലൂസീവ്ലി അക്കൗണ്ട്സ് റിലേറ്റഡും സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ അതല്ലാത്തത് ഒഴിച്ചാൽ നോർമലി ഇറ്റ് comprises 3 phases or 3 tier exam. The first one is preliminary exam, the second one is main exam, the 3rd tier is optional for only for commerce graduates and statistics graduates, and the 3rd one is compulsory. It's a computer skill test. ഈ 3 ടെസ്റ്റുകളിൽ the preliminary is in general intelligence of 50 marks, general awareness of 50 marks, and again quantitative aptitude, and the 4th one is English. ഈ 4 കൂടി ചേർന്ന് 200 മാർക്സിനുള്ള ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ again you have to appear for the mains exam. Automatically you will come into the main, selected to the mains exam, and again mains examination is for 400 marks altogether. Then that the first one is quantitative ability of 100 questions and English comprehension of 200 questions, so altogether 400 marks. അപ്പോൾ ഈ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ the 3rd level സ്കിൽ ടെസ്റ്റും കഴിഞ്ഞാൽ you will be selected to assistant income tax officer post, and again assistant enforcement officer, inspector central excise, inspector preventive officer, then central bureau of investigation. And the important one is that നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കടത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കുന്ന NIA, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഈ NIA-ലേക്ക് സെലക്ട് ചെയ്യുന്നത് it's based on your combined graduate level exam. So normally I'll suggest students who appear for at least you appear for the or try for the prepare for the combined graduate level examination, even if you are clueless about the higher studies options based on your particular degree. ഡിഗ്രിയുടെ ഒരു ഐഡിയ ഇല്ല, നമ്മളൊരു ക്ലൂലെസ് ആണ്, ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും combined graduate level together with civil service examination will help you to get into a job. അതാണ് ഞാൻ ആദ്യമേ കുട്ടികളോട് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലെങ്കിലും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അനദർ തിങ്, മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുകൾ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, then Jamia Millia Islamia. We have a lot of central universities all over India. 39, around 39 central universities, 39+. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചൊരു കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടത് ബഹ്റൈനിൽ വെച്ച്.
ബഹ്റൈനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഹർ സിസ്റ്റർ വാസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പൊ സിസ്റ്ററിനെ കൂട്ടാൻ വേണ്ടി വന്നാക്കാൻ വേണ്ടി വന്നതാണ്, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ആള് മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹർ PhD in strategic planning. PhD in strategic planning, അതും മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു കരിയർ പാത്വേയും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. +2 ഹ്യൂമാനിറ്റീസ്, ശ്രദ്ധിക്കണേ, +2 ഹ്യൂമാനിറ്റീസിന് ശേഷം ഷീ വെൻ ഫോർ പൊളിറ്റിക്കൽ സയൻസ് ഇൻ ബാംഗ്ലൂർ. അത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയി പഠിച്ചത്. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹർ പൊളിറ്റിക്കൽ സയൻസ് ഷീ ജോയിൻഡ് വിത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. ബീങ് എ ഗുഡ് കാൻഡിഡേറ്റ്, അംബീഷ്യസ് കാൻഡിഡേറ്റ്, അവൾ നന്നായി ട്രൈ ചെയ്തിട്ട് നല്ല ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. അലോങ് വിത്ത് ദാറ്റ് ട്രൈ ചെയ്തു മാസ്റ്റേഴ്സ് PhD ലെവലിൽ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ട്രൈ ചെയ്ത് ഫെലോഷിപ്പ് പ്രകാരം മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് കിട്ടി. ഇപ്പൊ ആള് വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ ഡിഫൻസ് പേഴ്സണൽസിനെ അഡ്വൈസ് ചെയ്യുന്ന, യുദ്ധം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് എന്തായിരിക്കണം, ഇതിലൊക്കെ US ഡിഫൻസ് പേഴ്സണൽസിനെ അഡ്വൈസ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞൊരു കുട്ടി. സോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അവിടെ സ്കൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് മന്ത്, ഈ ഒരു കോവിഡ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മന്തില് ഒരു പെൺകുട്ടി, മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു, തിരൂരങ്ങാടിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞിട്ടാണ് ഞാൻ PG ഇംഗ്ലീഷിനൊക്കെ പോയത്, JNU എന്നൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോൾ ഫെലോഷിപ്പ് കിട്ടി അയർലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ്, അയർലൻഡിൽ പോയി ഫെലോഷിപ്പ് ചെയ്യണോ അതോ എനിക്ക് ഇപ്പം കിട്ടിയൊരു ജോബ് ഉണ്ട് അതിൽ കണ്ടിന്യൂ ചെയ്യണോ. ഇപ്പം കിട്ടിയ ജോബിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ജോബ് ഒരു കണ്ടന്റ് റൈറ്റിംഗിലാണ്, with an offer of 50 to 56,000 rupees per month as a salary. A candidate with a master's in English literature is getting placement. അതാണ് നമ്മുടെ നാട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു പ്രത്യേകത. അതാ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസിലായാൽ പോലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഐ സേ ദാറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ സയൻസ്. നമ്മൾ നൈസറും തന്നെ പഠിക്കണം എന്നില്ല. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിച്ച ആളുകൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ്. ആൻഡ് again it's a well known for language and literature, applied linguistics. If you ask me to rank the institute based on language and literature, I'll say that University of Hyderabad will come as a first university, best university in India, all over India. And again another thing, MA mass communication, MA communication, then MBA business analytics. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. Then pharmaceutical chemistry, environmental chemistry, you'll get a lot of different type of courses, higher options in Hyderabad Central University. Another thing, Jamia Millia Islamia. Actually it was my dream to do journalism in Jamia Millia Islamia, പക്ഷേ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ജാമിയ മില്ലിയുടെ എൻട്രൻസ് മെത്തേഡ്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. ഇന്ന് നാട്ടിൽ മുഴുവൻ ഗൈഡൻസ് ആണ്, ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് ഗൈഡൻസ് കൊടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജാമിയ മില്ലിയ, ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ മാസ് ആൻഡ് എസ്പെഷ്യലി ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ഇവിടുന്ന് പഠിച്ച കുട്ടികൾ ലണ്ടൻ മീഡിയ സ്കൂളിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം, മീൻസ് പഠിക്കുന്നത് എനിക്കറിയാം. ഒരാൾ വർക്ക് ചെയ്യുന്നത് ലണ്ടനിലാണ്, റോയിട്ടറിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആള് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് കഴിഞ്ഞ ആളാ. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ഹിസ്റ്ററി ഇതുപോലുള്ള സബ്ജക്ട്സും അതുപോലെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ബെസ്റ്റാണ്. ദെൻ അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഐ സേ ദാറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡിങ് പ്ലേസ്മെന്റ് ഇൻ മാസ്റ്റേഴ്സ് ആൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. Even a candidate who have a complete pharmacy from Banaras Hindu University will get a job in pharmaceutical companies. When a candidates who have a complete economics will get a job in economic related institute or some finance related organizations. പിന്നെ ഫറൂഖ് കോളേജിൽ PG പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജലീലെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ മോനെ നീ ഒന്ന്
ഹെൽപ്പ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ടീച്ചറെ നിങ്ങൾ എൻ്റെ ടീച്ചറാണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യല്ല വേണ്ടത്, ഓർഡർ ചെയ്യുക വേണ്ടത്. ഞാൻ ലോകത്ത് ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ജോബ് ടീച്ചിങ് ആണ്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ എഞ്ചിനീയർമാരായി, ഡോക്ടർമാരായി, ദെൻ അതല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്രാക്ടീഷണർ ആയിട്ടൊക്കെ വന്നാൽ നമ്മൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ എല്ലാ ടൈപ്പ് കാൻഡിഡേറ്റ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ എഞ്ചിനീയർമാരാണ് ടീച്ചർമാർ. അപ്പൊ അവരോടുള്ള റെസ്പെക്ട് എനിക്ക് വളരെ കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ ടീച്ചറോട് നിങ്ങൾ വിട്ടോളൂ, ഞാൻ അവനെ നോക്കിക്കോളാം പറഞ്ഞു. 56% മാർക്കോടെ ഇക്കണോമിക്സ് കഴിഞ്ഞതാണ്. പിന്നെ എങ്ങോട്ട് വിടണം എന്നറിയില്ല. അത് ഇന്ത്യയിൽ വി ഹാവ് ലോട്ട് ഓഫ് specialized institute in economics all over India, including Indira Gandhi Institute of Development Research, Gokhale Institute of Politics and Economics, Sardar Patel Institute of Economics and Social Science Research, Institute of Economic Growth, Delhi School of Economics. It will go like that. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40+ ഉണ്ട്. പക്ഷെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഇൻ സം ഇൻസ്റ്റിറ്റ്യൂട്ട് യു നീഡ് ടു ഹാവ് മാത്തമാറ്റിക്സ് അറ്റ് either graduate level or +2 level. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ മാത്സ് പഠിച്ചിട്ടുമില്ല, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. സോ ഐ സജസ്റ്റഡ് ഹിം ടു ഡു അപ്പിയർ ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ ഇൻ സം പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഒരുപാട് ശ്രമത്തിന്റെ ഭാഗമായി എൻ്റെ ഓഫീസിൽ കൊണ്ടു നിർത്തി പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ആൾക്ക് കിട്ടിയത് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിലാണ്. അവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് എന്നെ കംപ്ലൈന്റ് പറഞ്ഞു, ടീച്ചേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ദേ ആർ സ്വിച്ചിങ് ഓവർ ടു തമിഴ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഫ്രം തമിഴ്നാട്. We have only countable some 2-3 students from outside Tamil Nadu. I don't know. I don't understand what they say. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, സോ വാട്ട് ഇറ്റ്സ് ടു ഡു, ക്വിറ്റ് ചെയ്യണോ അതല്ല കണ്ടിന്യൂ ചെയ്യണോ? ഞാൻ പറഞ്ഞു നിനക്ക് ഒരു 2ാം ഭാഷയും കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ, അത് മര്യാദക്ക് അങ്ങ് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ആള് ചാർട്ടേഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ബാങ്കിൽ ഇക്കണോമിക് അനലിസ്റ്റ് ആയിട്ട് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് കയറി എന്നുള്ളതാണ് രസം. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രത്യേകത, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അഗൈൻ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഴ്സസ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ കോഴ്സ് സ്ട്രക്ചർ ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി. യു വിൽ ഗെറ്റ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. You will get a Master of Financial Control in Delhi University with a 100% placement. A candidate who ever look into some different options other than commerce or MBA, just after your commerce BCom, you will get a lot of opportunity, lot of diverse opportunity in Delhi University. You will get Master of Business Economics. You will get Master of International Business. You will get Master of Foreign Trade. You will get Master of Financial Control. Almost all these courses are in Delhi, available in Delhi University. Another thing, psychology. India's ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കൊടുക്കുന്നത് ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് അഗൈൻ ജെനറ്റിക്സ്, മാസ്റ്റേഴ്സ് ഇൻ ബയോമെഡിക്കൽ സയൻസസ്, എന്താണെന്ന് വെച്ചാൽ വളരെ ഡിഫറെന്റ് ആയ ഡൈവേഴ്സ് ആയ കോഴ്സുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടും എന്നുള്ളതാണ് ഡൽഹി. ഈ ഒരു കോവിഡ് പീരീഡിൽ ഓൾമോസ്റ്റ് ഓൾ ദി സ്റ്റുഡൻസ് will not be thinking about going outside Kerala or outside of their particular states. അങ്ങനത്തെ ഒരു കേസിൽ I'll suggest them to prepare for almost all these competitive examinations devoting this current year. ഇപ്പൊ കറണ്ട് ഇയറിൽ നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. So better to focus on some national level competitive examination to get into some jobs or some particular courses. ഇതാണ് എൻ്റെ ഒരു സജഷൻ. അതാണ്. സോ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് ജോബ് ഓറിയന്റഡ് ഉണ്ടാവും, ആൻഡ് അഗൈൻ കോഴ്സ് ഓറിയന്റഡ് ഉണ്ടാവും, സം പെർട്ടിക്കുലർ എൻട്രൻസ് എക്സാമിനേഷൻ റിലേറ്റഡ് ടു. ഫോർ എക്സാമ്പിൾ, if you are really interested to go for Master of Social Work, you will get Tata Institute of Social Science, Delhi University, Jamia Millia Islamia. Almost all the universities are with the same pattern of entrance examination for Master of Social Work. So Master of Social Work, again another thing, mass communication and journalism. If you're really interested to go for mass communication and journalism, you will get Jamia Millia Islamia, then University of Hyderabad, Aligarh Muslim University, again Indian Institute of Mass Communication, Delhi School of Communication. So with a single preparation you can appear for almost all these institutes if you really wanted to go for journalism or mass communication.
Another thing, legal studies ആണ് പോകുന്നെങ്കിൽ you can appear for the entrance examination conducted by this entrance committee of Kerala exclusively for 3-year LLB programs. Again, with the same preparation, you can appear for Aligarh Muslim University, Jamia Millia, അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം നിങ്ങൾക്ക് ലീഗൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസിന് you can try for that. അപ്പൊ പെർട്ടിക്കുലർ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ what I am suggesting that at least you start from today itself for some particular competitive exam. ഒരു സിംഗിൾ കോമ്പറ്റീവ് എക്സാം കൊണ്ട് ഞാൻ സാധാരണ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ ക്യാറ്റ് പ്രിപ്പയർ ചെയ്യാം. CAT prepare ചെയ്താൽ definitely you can, with the CAT preparation definitely you can crack this combined graduate level examination, അതുപോലെ തന്നെ ബാങ്കിങ് സർവീസസ് വിത്ത് സം സ്ലൈറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ യുവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ CAT എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ കൊണ്ട് ഓൾമോസ്റ്റ് ഓൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് സിമിലർ ടു ദാറ്റ് യു ക്യാൻ ക്രാക്ക് ഓൾ സിമിലർ ടു ദാറ്റ്. അപ്പൊ CMAT പോലുള്ള എക്സാം, മാറ്റ് എക്സാം, then CAT examination, Xavier's aptitude test, admission test, then Symbiosis national admission program, അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS പ്രിപ്പയർ ചെയ്താലുള്ള മെച്ചം എന്താ? നിങ്ങൾക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഇറ്റ് വിൽ ബി ബിറ്റ് ഈസി ടു അപ്പിയർ ഫോർ ദി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. സോ യു ഷുഡ് ഹാവ് എ സ്ട്രാറ്റജി, യു ഷുഡ് ഹാവ് എ ഫിലോസഫി ടു പ്രിപ്പയർ ഫോർ ദി competitive examination. അത് സബ്ജക്ട് ഓറിയന്റഡ് ആവാം. സോ when it come to subject oriented test, I'll suggest economics graduates to prepare for this Indian economic service. With that particular examination, you can appear for the examination conducted by PSC to get into economic analyst അല്ലെങ്കിൽ statistical investigator, statistical organizer പോലുള്ള ഗ്രാജുവേറ്റ് ലെവൽ PSC ജോബുകൾക്ക് ഈ ഒരു സെയിം എക്സാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. Another thing, the second choice is like to get into some short time job oriented job ready courses. For example, the ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫയർ ട്രെയിനിങ് കോഴ്സ്. But I feel that most of the students listening to me may not be aware of this particular entrance examination conducted by Airport Authority of India. It's an examination, but it is to select candidate into a short-term job-oriented, highly job-oriented course. നിങ്ങൾ ഈ ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ടെസ്റ്റ് എങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ടു സെലക്ട് ദ കാൻഡിഡേറ്റ് to a particular short-term 16 weeks training program conducted by Airport Authority of India station at Delhi and Kolkata. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലും 16 വീക്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണത്, കോഴ്സാണത്. The eligibility is like +2 science with a 50% marks or 10th pass with a diploma automobile mechanical or fire with a 50% mark. Age bar is up to 30. Some certain conditions are the desirable qualifications are the like light vehicle driving license, height 167 centimeters, weight not less than 55 kilograms, and the chest expansion like centimeters 81 and with an expansion of 5 centimeters. അത് വരുന്ന ആളുകൾക്ക് ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ definitely they can get into a job. Another thing, you'll have a lot of courses related to science graduation, radiology, cytotechnology, dialysis. The same dialysis course is available in Lourdes Hospital, Kochi, and again Government Medical College at Trivandrum. Then diabetology, the same is available in Amrita Hospital, Kochi, and the same is available in CMC Vellore and Manipal. Cardiac lab technology. Some premier institutes are providing 100% placement for these particular courses. എമർജൻസി കെയർ ടെക്നോളജി, ഇപ്പോൾ ഒരു ഡിമാൻഡ് ഉള്ള എമർജിങ് കരിയേഴ്സിൽ ഒന്നാണ് എമർജൻസി കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ, ബ്ലഡ് ബാങ്കിങ്, ന്യൂറോ ടെക്നോളജി, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. Even the Symbiosis Institute of Health Science Pune is providing a diploma in emergency medical services. It's a duration of 1 year. The eligibility is like degree in any branch of science. Degree in any branch of science. It should be a science graduate program. Then another one, respiratory therapy technology. It's conducted by CMC Vellore with the 2 seats. BSc Physics, Zoology, Chemistry, Botany, Microbiology, Biochemistry candidates can get into this particular 2-year program with a 1-year internship.
ഇറ്റ്സ് ബേസ്ഡ് ഓൺ അഡ്മിഷൻ ടെസ്റ്റ്, എൻട്രൻസ് എക്സാമിനേഷൻ. റേഡിയോളജി ഉണ്ട്, ദെൻ അതുപോലെ പി ജി ഡിപ്ലോമ ഇൻ ഇമേജിംഗ് ഉണ്ട് സിംബയോസിസിൽ, ആൻഡ് എം എസ് റേഡിയോ ഉണ്ട് PGMR, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. The same is available in Sri Ramendra Institute of Health Science, Chennai. See, it's a 100% job-oriented, specific healthcare-related program. Perfusion technology ഉണ്ട്, പ്രത്യേകിച്ച് ഹാർട്ട് സർജറി കണ്ടക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണ് കാര്യമായിട്ട് ഇത് വരുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, CMC വെല്ലൂർ, ഈവൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി Trivandrum is providing a 2-year program, short diploma program for BSc graduates, especially for zoology and microbiology graduates. അങ്ങനെ നമുക്ക് ഒരുപാട് the same course PG diploma in cardiac perfusion technology is available in Nizam's Institute, and cardiac lab technology provided Amrita University, Sri Chitra Tirunal Institute. ഈ പ്രോഗ്രാമിലെല്ലാം 1 year ഇന്റേൺഷിപ്പ് അടക്കുന്നത്. കാർഡിയാക് ലാബ് ടെക്നോളജി ശ്രീ ചിത്ര 3-year പ്രോഗ്രാമാണ് വിത്ത് 1 year ഇന്റേൺഷിപ്പ്, മീൻസ് ഓൾ ടുഗദർ 3 years. എൻട്രൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ന്യൂറോ ടെക്നോളജി ഉണ്ട്, CMC വെല്ലൂരിൻ്റെ ഈ കോഴ്സ് ഡിപ്ലോമയായിട്ട്. അപ്പൊ ഇത്തരം ജോബ് ഓറിയന്റഡ് പാരാമെഡിക്കൽ കോഴ്സസ്, പാരാമെഡിക്കൽ പ്രോഗ്രാംസ്, ഒരു വളരെ ബെസ്റ്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ ഒരു പ്രോഗ്രാം. നമ്മുടെ ബാബ അറ്റമിക് റിസർച്ച് സെന്റർ കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഡിപ്ലോമ മെഡിക്കൽ റേഡിയോ ഐസോട്ടോപ്പ് ടെക്നിക്സ് എന്ന് പറയുന്നത്. BSc ഫിസിക്സ് കെമിസ്ട്രിക്കാർക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 100% ജോബ് ഓറിയന്റഡ് പ്രോഗ്രാമാണ്. മറ്റൊന്ന് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി MSc എന്നുള്ള പേരിൽ എയിംസിൽ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയ ജോബ് ഓറിയന്റഡ് ആയ ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ വരുന്നു, സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് സൗണ്ട് റെക്കോർഡിംഗ് വരുന്നു, മെഡിക്കൽ ഇലക്ട്രോണിക്സ് അപ്പോളോ ഹോസ്പിറ്റലിൽ, പാക്കേജിംഗ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ടെക്നോളജി ബാംഗ്ലൂർ, റേഡിയോ ഐസോട്ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയോ തെറാപ്പി ടെക്നിക്സ് വരുന്നത് മദ്രാസ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. എ ഗ്രാജുവേറ്റ് വിത്ത് കെമിസ്ട്രി as a subject can appear for this entrance examination and get into the particular 1-year program conducted by Madras Cancer Research Institute. And again, another thing, neurotechnology, cardiac lab technology, remote sensing, clinical neurophysiology, another thing, nuclear medicine technology provided by Central CMC Vellore. Then FDD and Food Development and Designing Institute കൊടുക്കുന്ന program, CLRI ന്റെ ഷോർട്ട് ടൈം ടെക്നിക്കൽ പ്രോഗ്രാം, പ്രത്യേകിച്ച് ലെതർ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രിക്കാർക്ക്. ദെൻ CFTA, സെൻട്രൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ബോത്ത് ആർ പ്രൊവൈഡിങ് ഷോർട്ട് ടൈം കരിയർ മീൻസ് ജോബ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഫോർ സയൻസ് ഗ്രാജുവേറ്റ്സ്, പാക്കേജിംഗ് ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ, ഓട്ടോമേഷനിലെ പ്രോഗ്രാംസ്. Again, chemistry exclusive ആയിട്ട് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് conducted by CPET, Central Institute of Plastic Engineering and Technology. Then radiological techniques, industrial safety, cement technology provided by National Cement Technology Institute, Saharanpur, geotechnology, ceramic technology, glass blowing technology provided by Central Glass and Ceramic Research Institute, canning and preservation provided by Central Food Technology Research Institute. You know, you'll get a lot of short-term courses. Even in humanities and commerce graduates can get into capital market provided by the National Stock Exchange. Another course is taxation, PG diploma in taxation conducted by Gulati Institute of Finance and Tax, treasury management, banking technology courses provided by National Institute of Banking Management. Then actuarial portfolio കൊടുക്കുന്ന പെരിയാർ യൂണിവേഴ്സിറ്റിയൊക്കെ കൊടുക്കുന്ന ഡിപ്ലോമ ഇൻ സർട്ടിഫൈഡ് മീൻസ് ഡിപ്ലോമ ഇൻ ആക്ച്വറി. ദെൻ അതുപോലുള്ള പ്രോഗ്രാംസ്. And again, courses provided by Indian Institute of Material Management, the courses in material management, logistics, warehousing, store management, purchasing management. We have a lot of other choices like, see, management related choices. We have around 76 plus short-term courses in management alone. Travel and tourism, diploma in travel and tourism, tourist guide practice provided by Kerala Institute of Travel and Tourism and Travel Studies. Then media related comparing, broadcasting. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ കെമിസ്ട്രിക്കാർക്ക് മാത്രം, കെമിസ്ട്രി ഗ്രാജുവേറ്റ് അലോൺ വിൽ ഹാവ് 120+ ഷോർട്ട് ടൈം കോഴ്സസ്. അപ്പൊ അങ്ങനെ ഓരോന്നും എടുത്ത് ഷോർട്ട് ടൈം ജോബ് ഓറിയന്റഡ് കോഴ്സസ് ചെയ്യാം. Another thing, post graduate courses. നിങ്ങൾ ടോയോയോ എന്ന ലേഡിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2015 നോബൽ ലോറേറ്റ് ആണ് അവർ. മെഡിസിനിലാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അവർ അറിയപ്പെടുന്ന തന്നെ 3 no's, never been into outside China,
never done post graduation, മീൻസ് ഡോക്ടർ ഫെലോഷിപ്പ് ചെയ്തിട്ടില്ല അവർ. അതുപോലെ അവർ ഡോക്ടർ അല്ല, മെഡിക്കൽ പ്രാക്ടീഷണറും അല്ല. അപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല, PhD ഇല്ല, ആൻഡ് അഗൈൻ ചൈനക്ക് വെളിയിൽ യാത്ര ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് നോബൽ പ്രൈസ് വാങ്ങുന്നത്. നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി പോയി എന്നല്ലാതെ BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി കഴിഞ്ഞ് ഫാർമക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരൊരു കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആന്റി മലേറിയ വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ വെറും ഒരു MSc കൊണ്ട്. അപ്പൊ MSc പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ, ഇംസിൽ, ഡെന്റൽ മെറ്റീരിയൽസ് മണിപ്പാൽ അക്കാഡമി, മെഡിക്കൽ ഡോക്യുമെന്റേഷൻ MG യൂണിവേഴ്സിറ്റി, മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സെയിം CMC വെല്ലൂരും അപ്പോളോയിലും MG യൂണിവേഴ്സിറ്റി, MSc എപ്പിഡെമിയോളജി വരുന്നത്. ദെൻ അഗെയിൻ മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നോളജി, ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, നമുക്ക് IT ഫീൽഡിലേക്ക് പ്രത്യേകിച്ച് വരാൻ പോകുന്ന ട്രെൻഡിനനുസരിച്ച് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് പോവാം, അപ്ലൈഡ് ജിയോഫിസിക്സിലേക്കും MSc IT-യിലേക്കും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്കും, വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഓഷ്യനോഗ്രാഫി, മെറ്റീരിയോളജി, ഫോറസ്ട്രി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസിലേക്ക്. ഇനി ഒരു ടെക്നിക്കൽ ഓറിയന്റേഷനിലേക്കാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു MTech ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, പ്ലാന്റ്, റിഫൈനറി, പെട്രോകെമിക്കൽ, ഒരുപാട് ഓപ്ഷൻസിലേക്ക് നമുക്ക് മാറാം. റേഡിയേഷൻ ഫിസിക്സും റേഡിയോളജിക്കൽ ഫിസിക്സും അത്തരം ഏരിയകളിലേക്ക്. അപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ പോലും ഉണ്ട്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് PhD ഇൻ നാനോ ടെക്നോളജി ആഫ്റ്റർ യുവർ BSc പ്രോഗ്രാം സത്യഭാമ, അഡ്വാൻസ് PG ഡിപ്ലോമ ഇൻ നാനോ ടെക്നോളജി അലിഗഡ് യൂണിവേഴ്സിറ്റി, നാനോ ടോക്സിക്കോളജി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ, MSc മെറ്റീരിയൽ സയൻസ് വരുന്നത് ദെൻ ഫാക്കൽറ്റി ഓഫ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ബറോഡ യൂണിവേഴ്സിറ്റിയിൽ, MSc ഹെർബൽ സയൻസ് മദർ തെരേസ വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ, ദെൻ MSc എൻവയൺമെന്റൽ മാനേജ്മെന്റ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ. അങ്ങനെ വളരെ സ്പെസിഫിക് ആയ ഒരുപാട് കോഴ്സസ്. MSc എൻവയൺമെന്റൽ ബയോടെക്നോളജി കുസാറ്റിൽ, ദെൻ മെഡിക്കൽ ബയോകെമിസ്ട്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മറ്റും ചെയ്യാം. MSc ഫോറസ്ട്രി, ദെൻ ബയോമെഡിക്കൽ സയൻസസ് ഡൽഹി യൂണിവേഴ്സിറ്റി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി MK മദരി കാമരാജ്. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോവാം. MA ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഡെമോഗ്രഫി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, വെൽഫെയർ എക്കണോമിക്സ്, ഇക്കണോമിക്സ് റിലേറ്റഡ്, ദെൻ ആർക്കിയോളജി, ഹിസ്റ്ററിക്കാർക്ക് പോകാൻ പറ്റുന്നത്, MSc മ്യൂസിയോളജി പോവാം. ദെൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് കോഴ്സുകൾ, അത്തരം കോഴ്സുകളിലേക്ക് പോവാം. ആൻഡ് അഗെയിൻ ഫിനാൻസ് റിലേറ്റഡ് ആണെങ്കിൽ MBA ഫിനാൻസും ദെൻ CA പോലുള്ള പ്രോഗ്രാമിനും പുറമെ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പറഞ്ഞ പുതിയൊരു കോഴ്സ് പൂനെ യൂണിവേഴ്സിറ്റിയും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ MBA IIT-കളിൽ ചെയ്യാൻ പറ്റുന്ന MBA കൊമേഴ്സുകാർക്ക്, MCOM-കാർക്ക് ചെയ്യാം. ദെൻ ബാങ്കുകളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് മാനേജ്മെന്റിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയും. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയ മാസ്റ്റേഴ്സിലേക്ക്, ജോബ് ഓറിയന്റഡ് ആയ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് മാറാം. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ലൈഫ് സയൻസിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് വരാൻ പറ്റുന്ന ഇനി വരാൻ പോകുന്ന ട്രെൻഡുകളിൽ ഒന്നാണ്. ദെൻ അതുപോലെ തന്നെ ഫുഡ്, ഓൾ ഇന്ത്യ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ചെയ്യാം. ദെൻ SNDT വിമൻസ് യൂണിവേഴ്സിറ്റി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഒക്കെ പോലുള്ള കോഴ്സുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡെന്റൽ മെറ്റീരിയൽസ്, ഡെന്റൽ സയൻസ്, മെഡിക്കൽ മൈക്രോബയോളജി, ദെൻ ബയോമെഡിക്കൽ സയൻസസ്, പെർഫ്യൂഷൻ പോലുള്ള MSc പ്രോഗ്രാം, ഹെൽത്ത് റിലേറ്റഡ് MSc പ്രോഗ്രാംസ്. വൈൽഡ് ലൈഫിൽ വൈൽഡ് ലൈഫ് സയൻസ്, ബയോളജി കൺസർവേഷൻ, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസിൽ ചെയ്യാം. MSc വൈൽഡ് ലൈഫ് സയൻസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ചെയ്യാം. MSc സെറികൾച്ചർ ചെയ്യാം. ജനറ്റിക്സിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന MSc ജനറ്റിക്സും എയിംസ് കൊടുക്കുന്ന ഹ്യൂമൻ ജനറ്റിക്സ് ഒക്കെ പോലുള്ള സ്പെസിഫിക് ആയ മൈക്രോബിയൽ ജീൻ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ. ബയോടെക്നോളജിയിൽ ഓൾമോസ്റ്റ് ഓൾ യൂണിവേഴ്സിറ്റീസ് ആർ പ്രൊവൈഡിങ് ബയോടെക്നോളജി റിലേറ്റഡ് കോഴ്സസ്. ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ട്രെൻഡുകളിൽ ഒന്നായിരിക്കും വൈറോളജി, ഇമ്മ്യൂണോളജി, പാരസൈറ്റോളജി പോലുള്ള ഏരിയകൾ. സോ യു ക്യാൻ ഡു MSc മോളിക്കുലർ ആൻഡ് ഡയഗ്നോസ്റ്റിക് വൈറോളജി ഫ്രം കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ മോളിക്കുലർ ബയോളജി ചെയ്യാം, ബയോടെക്നോളജി, ലൈഫ് സയൻസിൽ, ഇങ്ങനത്തെ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാം. ജനറൽ ആയിട്ട് നമുക്ക് ഓപ്പൺ ടു ഓൾ വരുന്ന MBA, MSW, LLB, ദെൻ ഇക്കണോമിക്സുകാർക്ക് സ്പെസിഫിക് ആയിട്ട് ഇക്കണോമിക്സ്, സോഷ്യോളജിക്കാർക്ക് സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് റിലേഷൻ പോലുള്ള ഏരിയകളിലേക്ക്. ഇനി ലാംഗ്വേജ്, സാധാരണ നമുക്ക് BSc കെമിസ്ട്രിയും ഫിസിക്സും മാത്സും കഴിഞ്ഞു, ഇക്കണോമിക്സ് കഴിഞ്ഞു, അതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള
പാർട്ട് 1 ഇംഗ്ലീഷ് ബേസ് ചെയ്തുകൊണ്ട് പോലും നിങ്ങൾക്ക് കരിയറിലേക്ക് മാറാം. അപ്പോൾ ലാംഗ്വേജിൽ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ, റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള ഏരിയകൾ. UC കോളേജ് ആലുവയെന്ന് കഴിഞ്ഞൊരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടത് എംബസിയിൽ വെച്ചാ, മസ്കറ്റ് എംബസിയിൽ. എൻ്റെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിന് വേണ്ടി ചെന്നതാ. അപ്പൊ ചെന്ന് പരിചയപ്പെട്ടു നോക്കുമ്പോൾ പണ്ട് മനോരമ ഹൊറൈസന്റെ പ്രോഗ്രാമിൽ വെച്ച് ഗൈഡൻസ് കൊടുത്ത് വിട്ട ഒരു പയ്യനാ. ആള് ഭയങ്കര ആവേശത്തിൽ സയൻസിലേക്കൊക്കെ വന്നെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ലാംഗ്വേജിലേക്ക് മാറാൻ തീരുമാനിച്ച. അങ്ങനെ ഫോറിൻ ലാംഗ്വേജിൽ ഡിപ്ലോമ അറബിക്കും പഠിച്ചു, MA അറബിക്കും പഠിച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്തു, ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒമാൻ എംബസി വിളിച്ചിട്ടുണ്ട്. ഒമാനല്ല, ഇന്ത്യൻ എംബസി ഇന്റർപ്രറ്റർ ആയിട്ട് ഇംഗ്ലീഷ് കഴിഞ്ഞ ആളുകൾ പ്ലസ് ലാംഗ്വേജ് അറബിക്ക് അറിയാവുന്ന ആളുകളോ അങ്ങനത്തെ ആളുകൾക്ക്, ഫ്രഞ്ചും ജർമ്മനൊക്കെ അറിയാവുന്ന ആളുകളെ വിളിച്ചിട്ടുണ്ട്. ഇനി അതല്ല, ലാംഗ്വേജിൽ മാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ലാംഗ്വേജിലുള്ള മീൻസ് ലാംഗ്വേജ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ആളുകളെ പോലും ട്രാൻസ്ലേഷനിൽ വിളിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംബസികൾ, കൾച്ചറൽ ഓർഗനൈസേഷൻ, കോർപ്പറേറ്റ് ഹൗസസിലൊക്കെ ലാംഗ്വേജ് വെച്ചുകൊണ്ട് ഫ്രഞ്ചും ജർമ്മനും സ്പാനിഷും വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത്തരം ചാൻസസിനാ ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഭാരതീയ വിദ്യാഭവനോ അലയൻസ് ഫ്രാൻസിലോ ദെൻ മാക്സിമുള്ള ഭവനിലൊക്കെ കോഴ്സുകൾ. അപ്പൊ ലാംഗ്വേജ് ഒരു കരിയർ ആയിട്ട് എടുത്താൽ മീഡിയ, ഏവിയേഷൻ, അഡ്വർടൈസിംഗ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഫോറിൻ ലാംഗ്വേജസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, HR, മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, കോമ്പിയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, അങ്ങനത്തെ ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് മാറാം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ. മറ്റൊന്ന് വരുന്നത് റിസർച്ചും ഫെലോഷിപ്പുകളും. ഒരുപാട് റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു പത്രവാർത്തയിൽ നിന്നാണ്. സുബീഷ് എന്ന് പറയും. സുബീഷും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇദ്ദേഹത്തെ കുറിച്ച്. മഹാരാജ കോളേജിൽ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൂവാറ്റുപുഴയിലുള്ള ഒരു ചെറിയ ഫാക്ടറിയിൽ കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അധ്യാപകർ വിളിച്ചതാ. ഒരു റെജി സാറോ അങ്ങനെ ഒരു സാറിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫെലോഷിപ്പിന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് സൗത്ത് കൊറിയന്ന് ഒരു യൂണിവേഴ്സിറ്റി, നിങ്ങളത് അവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, ടീച്ചറെ വന്ന് കണ്ടു. ടീച്ചർ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹം അവതരിപ്പിച്ച പ്രോജക്റ്റിന്റെ കോപ്പിയൊക്കെ എടുത്ത് കൗണ്ടർ സൈൻ ചെയ്തൊക്കെ കൊടുത്തു. അത് അയച്ചു കൊടുത്തു. സെലക്ഷൻ കിട്ടിയ ആൾക്ക് പുസാൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം ഡെൻമാർക്കിൽ, നെതർലൻഡിലോ പോയി ഹയർ സ്റ്റഡീസ്, സ്കോട്ട്ലൻഡിൽ, അത് മാഡം ക്യൂറി ഫെലോഷിപ്പ് 1.71 crore ഇന്ത്യൻ റുപ്പിയാണ് ഫെലോഷിപ്പ് എമൗണ്ട് മാത്രം കിട്ടിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചേട്ടൻ കൂലിപ്പണിക്കാരനാ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോയ 12,000 രൂപ സാലറിയിൽ പുസാനിലേക്ക് പോകാനുള്ള MSc പ്രോഗ്രാം റിസർച്ച് ചെയ്യാൻ പോകാൻ എയർ ടിക്കറ്റിന് പൈസ ഇല്ലാതെ വിഷണ്ണനായിട്ട് നിൽക്കുമ്പോൾ അധ്യാപിക സ്വകാര്യമായിട്ട് വിളിച്ചു കൊണ്ടുപോയി വള ഊരിക്കൊടുത്ത്, പൈസ എടുത്തു കൊടുത്ത്, വള ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊണ്ടുവന്ന് എയർ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് ആ സമയത്ത്. അങ്ങനെ സഹായിച്ച പാവപ്പെട്ട ഒരു പയ്യനാണ്. 1.71 crore ഇന്ത്യൻ റുപ്പി ഫെലോഷിപ്പോട് കൂടിയാണ് ഇത് കിട്ടിയത്. തന്നെ അശ്വതി സാപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് കിട്ടി. വടകരക്കാരുത്തിയ കിട്ടിയിരിക്കുന്ന ഫെലോഷിപ്പ് എമൗണ്ട് ആണ് ഭയങ്കര രസം. 1.03 crores ആണ് ഫെലോഷിപ്പ് എമൗണ്ട് മാത്രം. ഞാൻ പറഞ്ഞത് നാനോ സയൻസിലാണ് ഫെലോഷിപ്പ്. 1303 എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഫെലോഷിപ്പ് കൊടുക്കുന്നത് കെമിസ്ട്രി PG കഴിഞ്ഞ ആൾക്ക്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച്. മാസ്റ്റേഴ്സ്, ഈവൻ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ, സോഷ്യൽ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക്, ലൈഫ് സയൻസിൽ, ജനറ്റിക്സിലും, ഹ്യൂമൻ ന്യൂട്രീഷനും, ഹ്യൂമൻ ബയോളജിയിലൊക്കെ ഫെലോഷിപ്പ്. അതെവിടെയാണ് കൊടുക്കുന്നത്? റീജിയണൽ മെഡിക്കൽ സെന്റർ, റിസർച്ച് സെന്റർ ട്രൈബൽസ്, ICMR, ഡെസേർട്ട് മെഡിസിൻ റിസർച്ച് സെന്റർ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന് കീഴിലുള്ള 18 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫെലോഷിപ്പ് നല്ല പൈസയോടുകൂടി. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇത്തരം ഓപ്ഷൻസ് നമ്മളുടെ ചുറ്റും ഒരുപാടുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ്, കെമിസ്ട്രി കഴിഞ്ഞ, ബോട്ടണി കഴിഞ്ഞ ആളുകൾക്ക് റിസർച്ച് ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ ആസ്ട്രോണമിയും ആസ്ട്രോഫിസിക്സിലും ബയോകെമിസ്ട്രിയിലും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അതിനുള്ള എക്സാമുകൾ എഴുതി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് CSIR ജസ്റ്റ് ഒക്കെ പോലുള്ള എക്സാംസ്, ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, ഇന്ത്യയിലെ 33 പ്രീമിയം ഫിസിക്സ് റിലേറ്റഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എക്സാം, PhD ചെയ്യാനുള്ള എക്സാം ആണ് ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ഒരു ഉദാഹരണത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ഇവർ തന്നെ വേറൊരു എക്സാം നടത്തുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ള പേരിൽ. ജസ്റ്റ് ബേസിലും കയറാം. ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, ആക്സിലറേറ്റഡ് ബേസിക് ഫിസിക്സ് ഒക്കെ പോലെ ഫിസിക്കൽ റിസർച്ച് ലാബിലെ ആസ്ട്രോണമിയിലും പ്ലാസ്മയിലും ഒക്കെ, ദെൻ പ്ലാനറ്ററി പ്ലാസ്മ ഫിസിക്സിലൊക്കെ റിസർച്ച് ചെയ്യാം. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്, ഹ്യൂമാനിറ്റീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ഡിഗ്രിക്കാർ, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, GP പന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് എന്റർപ്രൈസസിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിൽ,
UGC ഫെലോഷിപ്പ് എക്സാം പാസ്സായ ആൾക്ക് ഇവിടെ പോയിട്ട് വിത്ത് സ്കോളർഷിപ്പ് പഠിക്കാം, മാസ്റ്റേഴ്സ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് ഇക്കണോമിക്സിൽ, എഡ്യൂക്കേഷൻ, ലോയിൽ, സൈക്കോളജിയിൽ. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ അതുപോലെ ഇന്റഗ്രേറ്റഡ് MSc PhD ക്ലിനിക്കൽ റിസർച്ച്, രസകരമായ CSIR കണ്ടക്ട് ചെയ്യുന്ന MBBS-ഉം ആയുർവേദവും യുനാനിയൊക്കെ ചെയ്ത പോലെ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ആൾക്ക് ഈ ഫെലോഷിപ്പിന് പോവാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിൽ ഫെലോഷിപ്പിന് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് 50% ബയോസ്റ്റാറ്റിസ്റ്റിക്സിലും പോപ്പുലേഷൻ സ്റ്റഡീസിലും. then IDR ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റിസർച്ചിൽ, then MA MSc ഇക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക്, MSc ഫിസിക്സ് മാത്സ് കഴിഞ്ഞ ആൾക്ക്, എൻവയൺമെന്റൽ സയൻസ് കഴിഞ്ഞ ആൾക്ക്, MBA കഴിഞ്ഞ ആൾക്ക്, MTech കഴിഞ്ഞ ആൾക്കൊക്കെ അവിടെ പോയി റിസർച്ച് ചെയ്യാം. അതുപോലെ ബയോടെക്നോളജിയിൽ ഒരുപാട് റിസർച്ച് പ്രോഗ്രാംസ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ബയോമെഡിക്കലും ബയോ എഞ്ചിനീയറിംഗും ബയോടെക്നോളജിയുടെയും ഡിമാൻഡ് നോർമലി കൂടാനുള്ള സാധ്യത വരുന്നുണ്ട് എന്ന് കണ്ടിട്ട് അതിലേക്ക് വരാം. കൊമേഴ്സുകാർക്ക് ബാങ്കിങ് ടെക്നോളജിയിലെ സ്പെസിഫിക് പ്രോഗ്രാംസ് ഉണ്ട്. സ്പെസിഫിക് പ്രോഗ്രാംസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിലേക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ സയൻസ് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ മാസ്റ്റർ ഓഫ് സയൻസ് കമ്പ്യൂട്ടർ സയൻസോ ദെൻ MSc IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള കോഴ്സുകൾ ചെയ്ത് അതിന്റെ കൂടെ ഇപ്പൊ 2 വർഷത്തേക്കാക്കി മാറ്റാൻ പോവുകയാണ് MCA. ലാറ്ററൽ എൻട്രി സ്കീം ഓൾറെഡി ഉണ്ടായിരുന്നു. ആ സ്കീം പിൻവലിച്ചിട്ട് MCA 2 ഇയർ പ്രോഗ്രാം ആക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റോബോട്ടിക്സിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകളിലേക്കും നിങ്ങൾക്ക് വരാം. ഒരുപാട് രസകരമായ ഓപ്ഷൻസിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളിലേക്ക് ഒരു പ്രത്യേകത. രസകരമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്ന. കുറച്ചു നേരം നിങ്ങൾക്കുള്ള സംശയങ്ങളൊന്ന് കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ 11:47 പ്ലൈവുഡ് ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകളുണ്ട്. നമ്മൾ ഓരോന്നിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, ബയോഫ്യൂൽ ടെക്നോളജി, ബയോടെക്നോളജി മാനേജ്മെന്റ്, ജനറ്റിക് കൗൺസിലിംഗ്, ന്യൂറോജനറ്റിക്സ്, ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ്, സൈക്കോളജി, ദെൻ അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ അനലിസ്റ്റുകൾ, ദെൻ അതുപോലെ തന്നെ രസകരമായ മറ്റു കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ റിസ്ക് അനലിസ്റ്റുകൾ, ബജറ്റ് അനലിസ്റ്റുകൾ, ഇത്തരം കോഴ്സുകളൊക്കെ നമുക്ക് ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് രസകരമായി മുന്നേറാം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനും ഒരു കൃത്യമായ കരിയർ പ്ലാനും ഓറിയന്റേഷൻ പ്രോഗ്രാമും നിങ്ങൾ ചെയ്യണം. ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചുള്ള ഞാൻ എപ്പോഴും അവരോട് പറയാം, നിങ്ങൾ എഞ്ചിനീയറിംഗിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ സ്പെസിഫിക് ആയ എഞ്ചിനീയറിംഗ് ഓപ്പണിംഗ് മാത്രം ഉണ്ടാവും. അതേ സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ചെയ്യുന്ന ആളുകൾക്ക് വൈഡായ ഡൈവേഴ്സായ ഒരുപാട് ഓപ്പണിങ്സിലേക്ക് വരാം, എഞ്ചിനീയറിംഗിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. അതുപോലെ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്ക് പ്രത്യേകിച്ച് കൊമേഴ്സുകാർക്കൊക്കെ ഭയങ്കര രസകരമായ ഓപ്ഷനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന കരിയറുകളിൽ ഒന്നാണ് മാനേജ്മെന്റും ഫിനാൻസും. അതൊക്കെ കൊമേഴ്സുകാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം ഓപ്ഷൻസിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസിലേക്കും കോഴ്സുകളിലേക്കൊക്കെ വരാം. നല്ല കരിയർ ചോയ്സസിലേക്ക് എത്താനും നല്ല ചോയ്സ് ഫിക്സ് ചെയ്യാനും നല്ല കരിയറിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Sri M.S. Jalil sir, for your valuable presentation. It was an enlightening session, sir. Indeed, fruitful and very informative, sir. We will go ahead and take some time for questions now. It's a time for discussion. So participants can ask their questions in chat box, or you can unmute your microphone and ask questions to your resource person. Sir, there are some questions in chat box. There are some questions in chat box, I think. One is from Ashmila Jazz. Sir, I will read, asking, sir. Yeah, okay. Sir, there is a question raised by Geetu Prasannan. What are the chances after completing MSc Zoology? Sorry? MSc Zoology? Yes, sir. What are the chances after completing MSc Zoology? See, MSc Zoology, they can get into some fellowship exams conducted by this thing. I mean, so some national level institutes and organizations. One among them is biotechnology eligibility test. Biotechnology eligibility test appear cheydu kanjal you'll get a chance to do research in biotechnology with a fellowship. The one thing. Another thing, you can appear for some fellowship exam conducted by CFSL, Central Forensic Science Labs. We have around 39 forensic labs all over India, and 7 among them like Chandigarh, CFSL Chandigarh,
Pune, Kolkata, Hyderabad, Bhopal, Guwahati, and Delhi. They are conducting a fellowship exam for science postgraduates. But after that particular entrance exam, you can get into the fellowship program, 3-year fellowship program under Central Forensic Science Laboratory. After successfully completing that particular fellowship, you will be appointed as the scientist in forensic labs under Ministry of Home Affairs. The second one. The third one is, again, you can appear for this OCES program, Orientation Course for Engineering Graduates and Science Postgraduate. Appearing that particular examination, if you are preparing well in advance, you can get through that means complete the exam successfully, and after completing the exam and appearing the exam, you will get a chance to do a 1-year short-term program, a training program. And while doing this training program, you'll get a scholarship or fellowship of 30,000 rupees per month. And after completing the 1-year fellowship or 1-year training program, you'll be appointed as the secret scientific officer in under Department of Atomic Energy. You'll get some particular specific entrance examinations like this. And again, another thing, or post MSc program, for example, nutrition and dietetics program. You can work as a dietitian. And again, teaching is another best option. Options, you can get into all these kind of options. Okay. Okay, sir. Thank you. What are the chances after graduation in mathematics by Kavya Rajkumar? What are the chances after graduation in mathematics? The first thing is you can get into software field. You can get into finance careers, something like Master of Financial Control, Master of Financial Analyst, then insurance and banking. Another thing, you can join for MSc program conducted by Madras University. Then another thing, you can get into reliability engineering conducted by Indian Statistical Institute. And you can also appear for the just examination exclusively for 33 Research Institute. Patram entrance exams try finance, data science, especially data science. Indian Institute of Information Technology Management, Kerala, then St. Joseph's College, Bangalore. All these institutes are providing a particular master's program in this thing, data science. A trend on data science. Again, you can get into switch over to IT field doing MSc software engineering or MCA program. And after completing that particular MCA or MSc program, you can add some artificial intelligence related programs by advanced Python or Python, something like that, some packages like that, and you can get into a job. The options, finance, banking, insurance, and again reliability engineering, statistics, then again software field, artificial intelligence, then astronomy, astrophysics related research openings, options like then again MBA, some competitive examination related to banking field, then combined graduate level kind of things. Options like Okay, sir. Thank you. Chances after completing BCA by Yazara Mode. BCA, Bachelor of Computer Application, I think. See, nowadays the demand for IT oriented careers are getting developed. We have a lot of huge demand for the IT field. So after completing BCA, either you can get into a master's program in software technology or software training, through MCA or MSc, or otherwise you can get into some particular short-term courses like cyber security, then another thing, digital marketing, search engine optimization, or otherwise you can get into MBA programs, LLB, avoiding this IT related jobs and sections. Options like general, open to all type, this MSW poll options like Mara, or otherwise particularly into IT related careers. Okay. Okay, sir. Thank you. What are the courses that can be done after BCom Travel and Tourism by Jyotika James? So actually, if you are really interested to continue in this travel and tourism field, I'll request you or suggest you to go for some master's program conducted by KITS, Kerala Institute of Tourism and Travel Studies, Indian Institute of Tourism and Travel Studies. It's in
Gwalior. And the third one is, but not the least, it's one of the best institute available in that particular field is Pondicherry University. So you can get into this, the travel and tourism or hospitality related careers through master's programs, or otherwise you can switch over to some general MBA programs. അപ്പൊ അങ്ങനെ മാറുന്നതായിരിക്കും it's advisable. Okay, sir. Thank you. Sir, can you suggest guidelines to CFTRI entrance examination by Yara? Sorry, see. Can you suggest guidelines to CFTRI entrance examination? Okay. See, the thing is that there's no a particular entrance examination coaching centers exclusively for CFTRI. The only thing available in that, you have to get into some materials or old question paper provided by CFTRI and prepare for that. That's the only way to get into that particular institute, because there is no any particular institute providing a specific coaching program to get into CFTRI. So collect some old question papers and prepare for that. Better to contact with some candidates doing program in the and do the preparation like that. Okay. Okay, sir. A question by Pooja or Pillai. What are the job opportunity after completing MSc Data Science? MSc Data Science, see, normally it's called as, it's known as the next generation will be of data, and next maybe there's a possibility that if there's a third world war, it will be because of the data or due to the data, some controversies or some problems related to data. So data is the next oil of new generation. ആ ഒരു രീതിയിലാണ് ഡേറ്റ കണക്കാക്കപ്പെടുന്നത്. സോ ഇത് കഴിഞ്ഞാൽ normally you will get a job in IT companies whoever working with based on data sciences. അപ്പൊ അതിൽ normally IT കമ്പനികളാണ് ഫോക്കസ് ചെയ്യുന്ന, IT കമ്പനികളാണ് ജോലി തരുന്നത് കാര്യമായിട്ട്. മറ്റൊന്ന് ഡാറ്റ അനലിസ്റ്റുകളും ബിസിനസ് അനലിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അനലിറ്റിക് കമ്പനികളോ കൺസൾട്ടന്റുകളോ ഒക്കെ ആയിരിക്കും ജോബ് തരാ. ദെൻ കമ്മ്യൂണിക്കേഷൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലുള്ള കമ്പനീസിലും ഈ ഡേറ്റ സയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം. ആൻഡ് അഗെയിൻ അനദർ തിങ്, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലൊക്കെ നമുക്ക്, മാർക്കറ്റിംഗ് കമ്പനീസ്, almost all these kind of companies are providing jobs for candidates from completed data science or data analytics. And actually basically it's a kind of something related to software kind of stuff and all. Okay. Okay, sir. Another question by Christy. Sir, can I work in ISRO after BSc and MSc Mathematics? See, എല്ലാ വർഷവും MSc Maths or MSc Physics, MSc Chemistry കഴിഞ്ഞാൽ there's an exam conducted by Indian Space Research Organization, scientist cadre. They're conducted by this thing, I mean ISRO directly. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എൻട്രി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ദെൻ മാസ്റ്റേഴ്സ് ലെവലിൽ ജൂനിയർ സയന്റിസ്റ്റ് എക്സാം എന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാമിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച മാത്സുകാർക്കോ, മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ഫിസിക്സുകാർക്ക്, MSc കെമിസ്ട്രിക്കാർക്ക് ഈ എക്സാം അപ്പിയർ ചെയ്യാം. ജൂനിയർ സയന്റിസ്റ്റ് പ്രോഗ്രാമിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. Then through that you can get into a job. And the same way you can appear for this exam conducted by CEPTAM. CEPTAM is a recruiting agency of DRDO, Defense Research and Development Organization. They have a scientist cadre exam. So the same scientist cadre exam is conducted by DRDO. And if you are with physics at the graduate level, definitely you can appear for the examination conducted by both ISRO and DRDO. Okay. Okay, so what are the chances after graduation in zoology by Geetu Prasanna? Zoology, normally, see, I'll classify the openings into 5 major sections. The first thing is competitive examination that can be, means they can, so the zoology candidates can appear. Like the forensic department in the forensic assistant, lab assistant polar exams. Then maths and physics subject ആയിട്ട് ഗ്രാജുവേഷൻ പഠിച്ച, I mean 12th ലെവലിൽ പഠിച്ച എനി ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റുന്ന എയർ ട്രാഫിക് കൺട്രോളർ ജോബുകൾ പോസ്റ്റ്. ദെൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലുള്ള ജനറൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. ദെൻ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റുകൾ വരുന്ന പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വരുന്ന സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റുകൾ, ലാബ് അസിസ്റ്റന്റ് ഒക്കെ പോലുള്ള എക്സാംസ്. ദ ഫസ്റ്റ് തിങ് ഈസ് സം ജോബ് ഓറിയന്റഡ് ഓർ കോഴ്സ് ഓറിയന്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഫസ്റ്റ് തിങ്. Then second thing is
your short-term job-oriented courses like cardiac lab technology, clinical perfusion technology, dialysis technology, all these courses are provided by this Trivandrum Medical College, then Amrita Hospital, Sri Raman Institute of Medical Science and Technology, then Sri Chitra Tirunal Institute of Medical Science and Technology, CMC Vellore, Apollo. So almost all these short-term courses related to zoology. There are options. You have a lot of options. Some job oriented 60 to 70 short-term courses. And the third one is very specific master's program, job-oriented master's program. And one among them is your food science and technology. And the second one is your Master of Public Health. Third one, environment science and technology. And the fourth one, nutrition and dietetics, diet consultant. Then dental materials provided by Manipal Academy of Higher Education. Then master's level, specific job-oriented master's program. Another thing, the MSc Zoology research teaching. Again, last thing, open to all. Kind of courses like MBA, MSW, then psychology switch over. Psychology open to all. Zoology, sociology, psychology masters. You can be a clinical psychologist and you can practice as a clinical psychologist after completing MSc psychology, then clinical psychology at MPhil or PhD level. Appo options Okay, sir. Thank you. A question raised by Donna Chaco. She's doing +2 humanities. One of her main subject is psychology, and she wished to do forensic psychology after it. So, as a humanities student, can she look for forensic psychology? If forensic psychology, definitely you can go for. If you are graduate with a psychology specifically, definitely you can go for forensic psychology, and it's available in Gujarat Forensic University. Okay, sir. But in the forensic science psychology job opportunity bothered concerned. Forensics in the job opportunity forensic lab Ministry of Home Affairs job opportunities. ഒരു വർഷത്തിൽ ഒരു 4-5 വർഷം കൂടുമ്പോഴാണ് ഫോറൻസിക് അസിസ്റ്റന്റ് ആയിട്ടോ ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ടോ ജോലിക്ക് വിളിക്കുന്നത്. അപ്പൊ ആ ജോബിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഫോറൻസിക് തന്നെ ആവണം എന്നില്ല. സുവോളജി, മൈക്രോബയോളജി ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ജോലി ചെയ്യാം. ഫോറൻസിക് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഈ ക്രിമിനോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലും വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിച്ചിട്ട് വേണം വളരെ സ്പെസിഫിക് ആയ ഒരു ഫോറൻസിക് സൈക്കോളജിയിലേക്ക് മാറാൻ. അതേസമയത്ത് നിങ്ങളുടെ സൈക്കോളജി കൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിയോ ജനറൽ സൈക്കോളജിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസിങ് ജോബിലേക്ക് വരാം എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് ഓപ്ഷൻസിനെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ജോബിലേക്ക് ഓപ്ഷൻസിലേക്ക് വരാൻ. ഓക്കെ ഓക്കെ സർ. Another question by Ashmila Jas. She's a chemistry student and she would like to do forensic. Is it possible after BSc chemistry? If yes, what I want to do for that? Definitely you can do MSc forensic science after your chemistry, zoology, physics, whatever related to science subjects. നമുക്ക് ഈവൻ സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്കും പോവാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ one of the best institute providing forensic science is Loknaik G. Prakash Narayan National Institute of Forensic Science and Criminology. It's one of the best institute in India. And the second one is Gujarat Forensic University. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഫോറൻസിക്സിൽ നല്ല കോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, what are all job opportunities available for forensic science candidates? And അത് പുറമെ ഈവൻ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഒരു ജോബ് കോൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫ്രം ഫോറൻസിക് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ്സ് ഹൈദരാബാദ്. ആ ജോബിന് വിളിച്ചപ്പോൾ they were asking for MSc chemistry. മീൻസ് MSc ഫോറൻസിക്സിനേക്കാൾ കെമിക്കൽ ഫോറൻസിക് സയൻസിന് വിളിച്ചത് MSc കെമിസ്ട്രിക്കാരെയാണ്. So I'll suggest to go for MSc chemistry rather this ഒരു ഇതിന് പോകുന്നതിനേക്കാൾ കുറെ കൂടി നല്ലത് ഞാൻ അതാ പറയാം. ഓക്കെ ഓക്കെ സർ. Another question by Lamia Nasrin. Can you say what are the chances after BSc geology and the job opportunities? The first thing is you can go for this geologist examination and examination conducted by PSC to get into geologist
ബേസിക് ജിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ജോബിലൊക്കെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ അത്തരം ഏരിയകളിൽ വർക്ക് ചെയ്യാൻ ജിയോളജിസ്റ്റിന് ട്രൈ ചെയ്യാം. ഒന്ന്. രണ്ടാമത്തത്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ മാസ്റ്റർ ഇൻ ജിയോളജി യു ക്യാൻ ഗെറ്റ് ഇൻ ടു സം കോഴ്സസ് ഓർ സം ഫെലോഷിപ്പ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു യുണൈറ്റഡ് നേഷൻസ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ജോബ്സിലേക്ക് വരാം. ദെൻ അനദർ തിങ്, ക്ലൈമറ്റോളജി, സീസ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോബിന് നിങ്ങൾക്ക് ജിയോളജി ഉപയോഗിക്കാം. അപ്പൊ അത്തരം ഓപ്ഷൻസിലേക്ക്, പിന്നെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോബുകളിലേക്കും വരാം. അപ്പൊ അത്തരം വളരെ സ്പെസിഫിക് ആയ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് ജിയോളജി ഉണ്ടാവുക. അപ്പൊ മാസ്റ്റേഴ്സോ അപ്ലൈഡ് ജിയോ ഫിസിക്സോ ഒക്കെ പോലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ചെയ്തിട്ട് ജിയോളജി റിലേറ്റഡ് കരിയേഴ്സിലേക്ക് വരുന്നതാണ് നല്ലത്. Okay, sir. Another question by Sneha Manchima. Chances after BSc microbiology? See, microbiology related careers, the best thing is either you can go for this food science and technology or medical microbiology. These are the job oriented options available for microbiologists. Another thing, you can go for histopathology, then you can go for nutrition and dietetics related careers. Appo dietitian aayittu ningalku work cheyam. Another thing, forensic science cheyam, but I'll suggest to go for, I won't suggest to go for forensic science directly. അപ്പോൾ മൈക്രോബയോളജി കഴിഞ്ഞതിന് ശേഷം നമുക്ക് MSc മൈക്രോബയോളജി ചെയ്തിട്ട് ഫോറൻസിക് ജോബിലേക്ക് വരാം. Then another thing, you can appear for the GBILS examination, joint graduate entrance exam for biology and interdisciplinary life sciences. Appear in the examination, you will get a chance to do your MSc PhD integrated program in 18 institutes with a stipend. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റേഴ്സിൽ PhD ലെവലിലേക്കൊക്കെ മാറാം. ഹിസ്റ്റോപാത്തോളജി, then cardiac lab technology, then clinical embryology. ഇത്തരം ഓപ്ഷൻസിലേക്കെല്ലാം മൈക്രോബയോളജിക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്ന്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസിൽ വളരെ പെട്ടത് വൈറോളജി, ഇമ്മ്യൂണോളജി, പാരസൈറ്റോളജി, ഇത്തരം വളരെ സ്പെസിഫിക് ആയ ഓപ്ഷൻസിലേക്കും നിങ്ങൾക്ക് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മാറാം. ഓക്കെ. Okay, sir. Chances after BA English by Kavya S. Babu? വളരെ സ്പെസിഫിക്. The first thing is to get into a teaching position. First thing. Another thing, you can do public relation, some postgraduate program related to public MA public relation conducted by Kerala University. അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. even with your MA English you can get into public relation related jobs. Another thing, നമ്മൾ foreign language, you can do any of the foreign language, masters in foreign languages from Banaras University, Delhi University, Jawaharlal Nehru University, then English and Foreign Language University, Hyderabad. Then അതുപോലെ MA ലിറ്ററേച്ചർ നല്ല MA ഇംഗ്ലീഷ് നല്ല യൂണിവേഴ്സിറ്റീസിൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, യുൽ ഗെറ്റ് എ ജോബ് ഓപ്പണിംഗ്, ഐ മീൻ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. മറ്റൊന്ന്, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പോലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കരിയേഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. അത് പ്രത്യേകിച്ച് MA കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് എ ഫോക്കസിങ് മോർ ഇൻ ടു ക്രിയേറ്റീവ് റൈറ്റിംഗ്, ദെൻ പബ്ലിക് റിലേഷൻ, അങ്ങനത്തെ ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ് അത് വരിക. വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. ഇപ്പൊ ലിറ്ററേച്ചർ കഴിഞ്ഞ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ് MA കമ്മ്യൂണിക്കേഷൻ ഓർ MA മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് നോർമലി. പിന്നെ നമുക്ക് MHRM, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MSW ഒക്കെ പോലുള്ള ജനറൽ ഓപ്പണിംഗ്സിലേക്കും നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ. Scope of BSc Food Technology in Kerala by Mehana. Scope of food technology. Scope of BSc Food Technology in Kerala. നമ്മൾ ഫുഡ് ടെക്നോളജി ആസ് സച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റീവ്ലി കുറവായിരിക്കും. ഒന്നുകിൽ ഏത് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു എ കമ്പനി ആൻഡ് ഗെറ്റ് സം ഇനഫ് എക്സ്പീരിയൻസ്, ഇൻഡസ്ട്രി റിലേറ്റഡ് എക്സ്പീരിയൻസ് കിട്ടണം, ഓ അതർവൈസ് യു ഹാവ് ടു ഡു എ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയ ഇൻഡസ്ട്രീസിൽ ഒരു മിനിമം 1 to 2 years വർക്ക് ചെയ്താലേ നല്ലൊരു ജോബ് ഓപ്പണിങ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മാത്രമല്ല കേരളത്തിലെ ഇൻഡസ്ട്രികളുടെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പെർട്ടിക്കുലർ ആയിട്ട് പാക്ഡ് ഫുഡ് ഇൻഡസ്ട്രീസിലെ വളരെ സ്പെസിഫിക് ആയ ചില ഏരിയകളിലാണ് ഈ ഫുഡ് ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കമ്പനികളിൽ കുറച്ച് നാൾ എക്സ്പീരിയൻസ് ക്വാളിറ്റിയിലോ പാക്കേജിങ്ങിലോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമുക്ക് ഇത്തരം കരിയർ ചോയ്സസിലേക്ക് വരാം. ഓക്കെ. ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്യാം, മാനേജ്മെന്റ്, പാക്കേജിങ്, ക്വാളിറ്റി, ഇതിലേതെങ്കിലും. ഓക്കെ സാർ, സോറി. Okay, sir, no problem. Chances after BSc Botany and MSc Bioinformatics?
See, normally I'll say that bioinformatics is an add-on course for biotechnology or something, some biology related research courses. Appa bioinformatics as such or job opportunities in better to do it as an add-on courses after biotechnology than biomedical biosciences related career add-on ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. And even botany, നമ്മൾ zoology or chemistry or subject ആയിട്ട് പഠിച്ചാൽ either you can get into teaching or you can get into some paramedical related careers. You can do some paramedical related careers. Then herbal science, then അതുപോലെ medicinal plants, packaging, അങ്ങനത്തെ കുറേ ഓപ്ഷൻസിലേക്ക് ജനറൽ ഓപ്പണിങ്സിലേക്ക് ബോട്ടണിക്കാർക്ക് പോവാം. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫോറൻസിക്സ്, ടീച്ചിങ്, ദെൻ റിസർച്ച്, ബേസിക് ഹെർബൽ പ്ലാന്റ് റിലേറ്റഡ് റിസർച്ച് ആണ് നോർമലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. Okay, sir. Scope of MA Linguistics, sir, by Arha Sadindran. ലിംഗ്വിസ്റ്റിക്സ് ഒരു പ്രീമിയർ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അതേ ഓപ്പണിങ്സ് ഉണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ലിംഗ്വിസ്റ്റിക്സ് നന്നായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു IT റിലേറ്റഡ് ടെക്നിക്കൽ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസിലേക്കൊക്കെ വേണമെങ്കിൽ വരാം. അതല്ലെങ്കിൽ ടീച്ചിങ് ഓപ്ഷൻസിലേക്ക്. ഓക്കെ. Okay, sir. There is a question raised by Amna Akasim. What are the careers available other than teaching for MA English? MA English on the public relation. Then India Press Information Bureau, government പ്രസ്സുകളുടെ എഡിറ്റിംഗ്, അതുപോലെ പ്രൂഫ് റീഡിംഗ് ഒക്കെ പോലുള്ള ഓപ്ഷൻസ്. ദെൻ അഗെയിൻ നമ്മുടെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഭാഷാ അസിസ്റ്റന്റ്, റെയിൽവേയിൽ വരുന്നത്, ഇന്റർപ്രിറ്റർ, ട്രാൻസ്ലേറ്റർ, അങ്ങനത്തെ ജോബുകൾ. ദെൻ അതോടൊപ്പം കണ്ടന്റ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്റിംഗ് പോലുള്ള ഓപ്ഷൻസിലേക്കും ലാംഗ്വേജുകാർക്ക് വരാം. Okay, sir. Thank you. There is another question about agriculture, BSc Agriculture, sir. BSc അഗ്രികൾച്ചർ ഡിഗ്രി തലത്തിലുണ്ടോ? എന്താ ചോദിച്ചത്? BSc അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റും? Not, sir. Okay. Reena Sibi, a question by Reena Sibi. Is it possible to join MSc Agriculture after graduation BSc Botany? Never. Agriculture, to be into MSc Agriculture, you need to do BSc Agriculture itself. At the same time, you can get into some herbal science, medicinal plants. Atram opportunities like you can go after your botany. Okay, sir. Thank you. Right. Another question by Sri Lakshmi. Please tell about best online short-term courses. There's no best course. Best course illa satyam പറഞ്ഞാൽ. It depends. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ ചൂസ് ചെയ്യാം. അപ്പൊ അതില് ഡിപ്പെൻഡിങ് ഓൺ യുവർ ചോയ്സസ് ഓർ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗ്രാജുവേഷൻ. ഇപ്പം ഒരു ഷോർട്ട് ടൈം ജോബ് ഓറിയന്റഡ്, if you are really interested to go for some medical related courses, you will have this thing, I mean cardiac lab technology, clinical perfusion technology, blood banking, dialysis, anesthesia, this kind of things. Another thing, if you are really interested to something related to technical, you will get Central Leather Research Institute, Central Institute of Plastic Engineering and Technology, Central Footwear Technology Institute, then Central Food Technology Research Institute, Cement Technology, and technology oriented careers. Another thing, management oriented options like material science, material management, logistics, other options you can go for that even with your degree. Depending on your graduation and depending on your particular interest areas, adine base ചെയ്തുകൊണ്ടാണ് ഷോർട്ട് ഓപ്ഷൻസ് ഏറ്റവും നല്ലത് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. Okay, sir. Again, another thing, you can use this thing, Coursera, Udacity, UDACITY, to select some online short-term programs according to your interest. It's a hub of some international universities, so you can select a lot of courses from using this particular platform. Okay. Which college is better for MCA, Master of Computer Application? I'll suggest NIMSET examination to select candidates for NITs. The first thing, NITs. Second thing, Pune University, one of the best institute. If you are if you want to be into some Kerala institutes, I'll suggest some College of Engineering Trivandrum.
TKM M.R. Athanasius College, Kodamangalam. Then KUSAT, Kochi University of Science and Technology. Thank you, sir. Is it possible to switch into psychology field after completing BSc Chemistry? If yes, could you please explain? If you are with zoology, you can definitely get into psychology. And after that, after MSc psychology, you can either do counseling psychology or clinical psychology, MPhil or PhD in clinical psychology. Better to do the program under some institutes approved by Rehabilitation Council of India. So അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ലേഡീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിട്ട് ലേഡീസ് റിലേറ്റീവ്ലി കുറവാണ്. സോ ലേഡീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിട്ട് ഗേൾസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിട്ട് വന്നാൽ അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്, ഡിമാൻഡും ഉണ്ട്. സൈക്കോളജി ഒരു നല്ല ഓപ്ഷനാണ്, അങ്ങനെ എടുക്കാവുന്നതാണ്. Okay, sir. Sir, 2 more questions, may I? Yeah. Sir, a question by PS Nayana. She is a last year student in BSc Zoology. After that, she wants to study LLB. Please give the information about entrance exam and institution. See, you can do an entrance examination conducted by Committee of Entrance Examination, Kerala. They'll select candidates for 3-year LLB programs in Government Law College, Kozhikode, Calicut, Thrissur, then Ernakulam and Trivandrum. All these institutes are providing 3-year LLB programs. To get into that, you have to appear for an examination conducted by Committee of Entrance Examination. Okay, sir. So definitely you can get into LLB after your graduation in zoology. Okay. Sir, please explain about cyber security course after BCA by Hibab Irving. നമ്മളുടെ മെജോറിറ്റി കുട്ടികളും ഒരു മലയാളി കുട്ടികളാണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ മലയാളത്തിലേക്ക് ഇടയ്ക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നത്. ഈ BCA ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് എന്ന് പറയുന്നത് നോർമലി ഈ വോയിസ് പ്രോട്ടോക്കോളും സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെക്യൂരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളൊരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് എന്ന് പറയുമ്പോൾ വി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ പെർട്ടിക്കുലർ എക്സ്ക്ലൂസീവ് കോഴ്സ്. അങ്ങനെയല്ല ശരിക്കും സത്യത്തിൽ. സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് നോ നീഡ് ടു ഡു എ പെർട്ടിക്കുലർ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സസ്. ആൻഡ് rather most of the courses are not up to date for the industry requirements. അപ്പോൾ അതിൽ നല്ലത് എപ്പോഴും നല്ലത് സിസ്കോ സർട്ടിഫിക്കേഷനും അതോടൊപ്പം മൈക്രോസോഫ്റ്റിന്റെയും കമ്പൈൻ ചെയ്ത് മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സിസ്റ്റം എഞ്ചിനീയറോ സിസ്കോയുടെ CCNA, CCNP, CCIE പോലുള്ള പ്രോഗ്രാംസോ ഇന്റഗ്രേറ്റ് ചെയ്ത സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുള്ളൂ. Okay, thank you, sir. Thank you very much. If any participants have queries or doubts to ask, you can now ask to our resource person by unmute your microphone.